ഇത് നാരങ്ങ അച്ചാറ്, ഇത് കണ്ണിമാങ്ങ, ഇത് ചെമ്മീൻ വറുത്തരച്ചത്, ഇത് വെളുത്തുള്ളി. ചെമ്മീൻ ചമ്മന്തിയും കണ്ണിമാങ്ങ കഴിക്കാൻ പറ്റിയ അവസ്ഥയുണ്ട്. എന്തോന്ന്? എന്റെ അമ്മച്ചി അവിടെ ബാംഗ്ലൂർ കടയിൽ കിട്ടാത്ത സാധനം വല്ലതാണോ എടുത്ത് വെക്കുന്നേ? ഇത് എന്തായാലും കടയിൽ കിട്ടത്തില്ല. ഇതിലേ എന്റെ പ്രാർത്ഥനയും സ്നേഹവും ചേർത്തിട്ടുണ്ട്. അയ്യോ, അത് രണ്ടും കൂടി ഇതിനകത്ത് എടുത്തിട്ടാ അച്ചാറിന്റെ ടേസ്റ്റ് മാറിപ്പോവാനാമോ? കൂടെ അവിടുന്ന്. ആ മോനെ ജോ, ഒരു മിനിറ്റ്. എന്നതാ ദാ ഇതെന്നാ ഒരു ജോലി കിട്ടി പോകുമ്പോ കുരിശാന്നോ എടുത്ത് കൈ തരുന്നേ? ഇത് നേർച്ച രൂപ. നിന്റെ സ്റ്റെബിലൈസർ കമ്പനി പൊട്ടിയപ്പോ അമ്മച്ചി നേർന്നതാ. ജോലിക്ക് ചേരുന്ന ആദ്യ ദിവസം തന്നെ ബാംഗ്ലൂരിലെ കൊള്ളാവുന്ന ഒരു പള്ളിയില് ഇതങ്ങ് സമർപ്പിച്ചേക്കണം. ആ മോനെ, ഇത് നിന്റെ ഇലക്ട്രിക്കൽ ഷോപ്പ് പൂട്ടിയില്ലേ, അപ്പൊ അമ്മച്ചി നേർന്നതാ. പിന്നെ ഇത് ട്രാവൽ ഏജൻസി പൂട്ടിയപ്പോ നേർന്നായിരിക്കും. ആഹാ, അതിന് നേർന്നത് സബാസിനോസ് പുണ്യാളന്റെ രൂപ. അത് ഞാൻ എടുത്തു തരാം. വേണം, അത് മൊത്തമായിട്ട് തന്നേരെ. ഞാൻ കംപ്ലീറ്റ് പുണ്യാളന്മാരെയും കൂടെ ബാംഗ്ലൂർ പള്ളിയിൽ അടക്കിക്കോളാം. ആ ജോ, വാടാ ഇവിടെ. നിന്നെ വിളിക്കുന്നു. എന്നല്ല നിന്നെ. രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ. അമ്മച്ചി വഴക്ക് പറയണ്ട അമ്മച്ചി. അതെ, അമ്മച്ചിയുടെ മോനൊരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ ഞങ്ങളെ വഴക്ക് പറഞ്ഞ അമ്മച്ചിയുടെ മോന് തന്നെ ദോഷം. അങ്ങനെയുണ്ട്, എന്നെ ബാധി. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വാടാ ഇവിടെ. ഇവരെന്തോന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ചുമ്മാതല്ല, അവന്റെ അപ്പം നേരത്തെ പോയി. എന്നെ മരിച്ചതാണല്ലോ അവൻ പറഞ്ഞത്. അമ്മച്ചി ഇന്നത്തേക്ക് അമ്മരൊന്നും പറയണ്ട പ്ലീസ്. അയ്യോ പോയി. സ്വന്തം ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കാശ് കളഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നിങ്ങൾക്ക് ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി കിട്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരേ മനസ്സാന്ന് അതിന്റെ സാരം. നിങ്ങളൊക്കെ അമ്മച്ചിക്ക് മക്കള് തന്നെ. പോയിട്ട് കർത്താവ് അനുഗ്രഹിക്കണം എന്നെ. മറ്റേ കാര്യം ഒന്നും കൂടെ അനുഗ്രഹിക്കണം. അമ്മച്ചിയുടെ കാര്യം. അമ്മച്ചിയെ കാല്. ഇത് എവിടെ നിന്നാടെ സൽമാൻ ഒരു വൃത്തിയായിട്ട് ശബ്ദം വരുന്നത്? ഞാൻ വിതുമ്പിയതാ. ഇതാണടാ അമ്മ, ഇതായിരിക്കണോടാ അമ്മ. എനിക്ക് കൊണ്ട് ഒരെണ്ണം. എന്ത്? ഞാൻ യാത്ര പോണെന്ന് പറഞ്ഞപ്പോ പറയാ, നിക്കാഹാകുമ്പോ അറിയിക്കണം, ബിരിയാണി കഴിക്കാൻ വരാന്ന്. പാവോടാ. വിളിക്കുന്നു, വാ. സൽമാനെ ഓവറാക്കി ചളമാക്കല്ലേ നിർത്ത്. ശരി കർത്താവേ കാത്തോളണേ. അമ്മച്ചിയുടെ അടുത്ത് നാട്ടിലില്ലാത്ത കള്ളവും പറഞ്ഞു. ആകെ വിഷമായി. ആരുടെ? ആ നമ്പ്യാരന്മാരെങ്ങാനാണോ? നമ്പ്യാരന്മാരൊന്നും അല്ല, നമ്മുടെ കുരുനാഥൻ. എന്റെ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പിച്ചപ്പാത്രം എടുത്തിട്ട് പഠിപ്പിച്ച സാറിനോടാണോ ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ഫോണിങ്ങടുത്തെ. അതാണ് എന്നെ നടവുകയും. എടോ ചെറ്റ പരമനാറി തെണ്ടി, മറ്റവനെ മറിച്ചവനെ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നാട് വിടുക ഞങ്ങള്. ആ നമ്പ്യാരന്മാരെ പേടിച്ച്. നീ മിണ്ടായിരുന്നു. ഞങ്ങളെ ഈ ഗതിയിലാക്കിയ തന്റെ വൃത്തികെട്ട ശബ്ദം പോലും ഇനി കേൾക്കാൻ പാടില്ല. കേട്ടോടാ പരമനാറി ചെറ്റ തെണ്ടി. ഓ ചെവി ചീഞ്ഞു. ബാക്കി നീ വിളി. അത്യാവശ്യ സമയത്ത് ഒരു തെറി പോലും നാവില് വരില്ല. പ്രിയപ്പെട്ട സാർ, തെണ്ടി എന്ന് വിളിയടാ. നിങ്ങളുടെ ക്ലാസ്സിൽ 3 കൊല്ലം പഠിച്ചു പോയി എന്ന ഒറ്റ തെറ്റിന് അനുഭവിക്കാവുന്നതിലേറെ ഞങ്ങൾ അനുഭവിച്ചു. സർ, ഇനി ഉപദ്രവിക്കരുത്, വിട്ടേക്കാം. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, പരാജയങ്ങളിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ പാഠം പഠിക്കുന്നത്. ഞാൻ പഠിച്ചു. നിങ്ങളുടെ കടം തീർക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുൻപ് നമ്പ്യാർമാർക്ക് കടം തീർക്കാനുള്ള 75 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അയാൾ ചത്ത.
പിന്നെ പറഞ്ഞത് സത്യ. നിങ്ങൾ ഫാക്ടറിയിലേക്ക് വാ, കാര്യങ്ങൾ വിശദമായി സംസാരിക്കും. എന്താടാ? ഒരു പെണ്ണോടിക്കുന്ന കാറാന്ന് കേട്ടപ്പോ പെട്ടു തന്നെ കരുതിയതാ കേട്ടോ. 4:30 ഫ്ലൈറ്റ്, 80 കിലോമീറ്റർ, 24 ഹെയർ പിൻ. പക്ഷെ മിടുക്കത്തിയാ കേട്ടോ. ഏതവനാടാ ഇത്ര തിരക്ക്? അണ്ണാ ദേവ് ചേച്ചിയാ. അയ്യോ, ദേവമോളായിരുന്നു. ആ ഇവിടുത്തെ ആൺ ഡ്രൈവർമാർക്കെല്ലാം വലിയ സ്നേഹമാല്ലയോ? ആ പെണ്ണായതുകൊണ്ടല്ല, പെങ്ങളായി കാണുന്നോണ്ട്. ഈ വെകിളി പാസഞ്ചേഴ്സ് തൊടാനോ പിടിക്കാനോ വന്ന കൊച്ചെന്തോ ചെയ്യും. മരുന്ന് കഴിഞ്ഞു അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും പറയില്ലല്ലോ. ജോലിക്കിടയിലാണ് ലിസ്റ്റ്. ഓ ഓ ശരി ശരി. ഇപ്പൊ ഏത് മരുന്നാ തീർന്നേ? ഞാൻ വിളിക്കാം. ശ്ശോ, പണി കിട്ടി. കൊച്ചേ, ഇനി 1/2 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ഒന്നും മിണ്ടായിരി വല്യപ്പാ. വല്യപ്പാന്നോ? എന്നാ സാറേ എല്ലാം കറക്റ്റാ. ആ ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റ് ആയിരിക്കും സാറേ. ഫോൺ ചെയ്തോണ്ടാ വണ്ടി ഓടിച്ചോണ്ട് വന്നു. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് അത്യാവശ്യം. ഒരു 3000 പെറ്റി അടച്ചാരെ. 3000. നമസ്കാരം സർ. സർ. ഓ, ഷീ ടാക്സി ആണല്ലേ? അങ്ങനെ വേണേലും പറയാം. ഗവൺമെന്റിന്റെ ഷീ ടാക്സി അല്ല കേട്ടോ. ഞാനൊരു പെണ്ണായതുകൊണ്ട് നാട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കുന്നത് മാത്രം. ഡ്രൈവിംഗിനിടയിൽ ഫോൺ ചെയ്യൽ. സർ, 2 ആഴ്ചക്കിടയിൽ കിട്ടിയ ഒരേ ഒരു ലോങ് ട്രിപ്പാണ് സർ. കൽപ്പറ്റ ടു കരിപ്പൂർ 4000 രൂപയാണ് ന്യായമായ റേറ്റ്. അയാൾ അത് വിലപേശി 2500 രൂപയാക്കി സർ. ദുഷ്ടൻ, കണ്ണിച്ചോരയില്ലാത്തവൻ. അയാളുടെ തലയിൽ ഇടി. വേണ്ട, ഞാൻ ആരെ ശപിച്ചാലും അയാളെ പിന്നെ ഒരു കാലത്തും ഗതി പിടിക്കൂല. കോടതിയിൽ ശാപം വേണ്ട. സോറി സർ. സാർ, ഈ 2500-ന് 1500-ന് ഞാൻ ഡീസൽ അടിക്കണം. പിന്നെ ഈ റോഡിലെ കുഴികളിലൊക്കെ വീണിട്ടുള്ള പണിച്ചെലവ് വേറെ. ബാക്കി കിട്ടുന്ന തുച്ഛമായ പൈസയെന്ന് കോടതിയിൽ പിഴയടക്കണം എന്നൊക്കെ പറഞ്ഞ കഷ്ടമല്ലേ ജഡ്ജി സാർ? വീണു തുടങ്ങി. മാത്രമല്ല, കോടതിയിൽ ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ എന്റെ അച്ഛൻ സഹിക്കൂല സാറേ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ മോളിലോ? അയ്യോ, അച്ഛൻ മരിച്ചു പോയി സാറേ. ഓ, അച്ഛൻ ഓടിച്ചിരുന്ന കാറാ അത്. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് സാറേ. അതെന്താ, കൊമ്പുണ്ടോ? കൊമ്പല്ല സാറേ, പക്ഷേ ഒരു നെറ്റിപ്പട്ടുണ്ട്. കൈക്കൂലി എടുക്കുവാണോ? അല്ല സാറേ, ഒരു മിനിറ്റ്. സാർ ഇതൊന്ന് കണ്ടാട്ടെ. ദാ.
വായിച്ചാ. വയനാടൻ ടാക്സിക്ക് കിട്ടിയ സൗഭാഗ്യം. ഇത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ്. ആ, ഇത് എന്റെ അച്ഛൻ. അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് കേരള സന്ദർശനത്തിന് വന്നപ്പോ അച്ഛന്റെ വണ്ടിയിലാ യാത്ര ചെയ്ത്. അന്നത് വലിയ വാർത്തയായിരുന്നു. യെസ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവർ ആയപ്പോഴും അത് വലിയ വാർത്തയായി. അത് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. കേൾപ്പിക്കാം, അല്ല കാണിക്കാം. ദാ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട്. ദാ ഇതിലുണ്ട്. ആ, വളയം പിടിക്കുന്ന വളയിട്ട കൈകൾ. ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഞാനാ. കൊള്ളാല്ലേ? ആ സാർ, ചാനലിൽ വന്ന പ്രോഗ്രാമിന്റെ CD കാറിലുണ്ട്. എടുത്തിട്ട് വരട്ടെ സാർ? വേണ്ട 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 വേണ്ട. സാർ, എന്റെ അച്ഛനെ പോലെ ഒരു അച്ഛനാണ് സാറിനുള്ളത് എന്നിരിക്കട്ടെ. എന്റെ സ്ഥാനത്ത് സാറിന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. എന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല. അയ്യോ, അങ്ങനെ വിചാരിച്ചാ മതി സാറേ. സാറിന് ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് അച്ഛന്റെ ജോലി ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നു. സാർ ഇങ്ങനെ ടാക്സി ഓടിച്ചു വരുന്നു. സാറിന്റെ വീട്ടിൽ നിന്നും വൃദ്ധയായ മുത്തശ്ശി സാറിനെ ഫോൺ ചെയ്യുന്നു മരുന്ന് വാങ്ങാൻ. സാർ ഫോൺ എടുക്കില്ല സാറേ? എടുക്കും. അതല്ലേ ഞാനും ചെയ്തുള്ളൂ. പ്ലീസ്. 200 രൂപ. മനുഷ്യപ്പറ്റുള്ളവരുണ്ട് സാറേ ഈ നാട്ടിൽ. ദാമോദരേട്ടനും പ്രസിഡന്റുമായിട്ടുള്ള പടം കാണിച്ചു കാണും, പിന്നെ പത്രക്കട്ടിക്കും. ജോസഫ് തിരുവനന്തപുരത്തിൽ, മിസ്റ്റർ KT സൽമാൻ, മിസ്റ്റർ ഉമേഷ് പിഷാരടി. ഞാൻ നിങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നില്ല നമ്മൾ തമ്മിൽ, അല്ലേ? ഒരു ദ്രവിച്ച ട്രാവൽ ഏജൻസി, ജുഗുപ്സാവഹമായ ഒരു ബാർബർ ഷോപ്പ്, ദുർഗന്ധപൂരിതമായ ഒരു പലചരക്ക് കട, ഇതെല്ലാം നടത്തി തീർന്നു പോകാനുള്ളതായിരുന്നില്ല നിങ്ങളുടെ ജീവിതം. ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരോ ബിസിനസ് ചെയ്യിപ്പിച്ചത് എന്റെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല. ഐ വാണ്ടഡ് യു ടു തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കാത്ത സമയത്ത് ചെറുതായിട്ട് കഞ്ഞിയെങ്കിലും കുടിച്ചുകൊണ്ടിരുന്നതാ. ഓ, എന്റെ കുഞ്ഞമ്മയുടെ കഞ്ഞി. പണ്ട് ഇതുപോലൊരു ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മാഷ് ഞങ്ങളെ കൊണ്ട് ഈ ഫാക്ടറി തുടങ്ങിപ്പിച്ചത്. ക്ഷണിക്കണ കണ്ടില്ലേ? പഴയ കാര്യങ്ങൾ പറഞ്ഞിനി സമയം കളയണ്ട. നമ്പ്യാർമാരുടെ 75 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ മാഷ് കണ്ടേക്കുന്ന പ്രോജക്റ്റ് എന്നതാണ്. പറയാം. ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ടുള്ള അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസ കഷ്ണങ്ങളുടെ സഞ്ചയത്തെ നമ്മുടെ ശാരീരികമായ പ്രാഗൽഭ്യം ഉപയോഗിച്ച് സ്ഥാനമാറ്റം വരുത്തി നമ്മുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. Got it? വീണ്ടും വട്ടായ. അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസിന്റെ സ്ഥാനമാറ്റം. മോഷണം. വല്ലവന്റെ കാശ് മോട്ടിക്കണ കാര്യമാണ് ഇയാൾ പറയുന്നത്. മോഷണോ? ശരിക്കും മോഷണമല്ല, ഒരു ബാങ്ക് കൊള്ളാം. വിട്. പറയുമ്പോ നമ്മൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ലെങ്കിലും വെറും ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചെങ്കിലും മാഷാണ്. അതുകൊണ്ട് സെറ്റിൽ. പ്രിയപ്പെട്ട സാർ, എന്റെ വീടിന്റെ ആധാരമാണ് ഇതേ ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നത്. സാറിന്റെ മറ്റൊരു തിങ്കിങ് ബിഗ്. കാശ് ഒരുപാട് പോയെങ്കിലും കഴുത്തറ്റം കടമാണെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ നിയമത്തിന് വിധേയമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാലോ? ഒരു ബാങ്ക് കൊള്ളയടിക്കാന്നൊക്കെ പറഞ്ഞത്. സ്റ്റുഡൻസ്, ഇതൊരു ബാങ്ക്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അട്ടസിച്ചോളൂ. ലിസൺ, ഇതൊരു വമ്പൻ ബാങ്കൊന്നുമല്ല. നിങ്ങൾ കാശ് കൊടുക്കാനുള്ള കൊള്ളപ്പലിശക്കാരായ നമ്പ്യാർമാരുടെ ഫിനാൻസ് സ്ഥാപനം തന്നെയാണ് കൊള്ളയടിക്കുന്നത്. അതൊരു കൊച്ചു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് 4 or 5 സ്റ്റാഫേ ഉള്ളൂ. പേരിന് പോലും ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു സാധാരണ കെട്ടിടം. പിന്നെ കള്ളപ്പണക്കാര് ധാരാളം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്പ്യാർമാർ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും സാധ്യതയില്ല. അത്തരമൊരു ഫ്രോഡ് സ്ഥാപനം കൊള്ള ചെയ്യുന്നതിലൂടെ നമ്മൾ സാമൂഹിക സേവനം കൂടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കൊള്ള ചെയ്യുന്ന കാശ് അടുത്ത ദിവസം തന്നെ നമ്പ്യാർമാർക്ക് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ കൊള്ള ചെയ്യുന്നുമില്ല. അല്ലടേ. അല്ല മാഷെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൊള്ള അടിക്കുന്നുമില്ല, എന്നാൽ നമ്മുടെ കടവും തീരുന്നു അല്ലേ? എക്സാക്ട്ലി. അളിയ, നമ്മള് മാഷിനെ വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. സത്യം. നമ്മൾ ജയിലിടിഞ്ഞാലും വെളി വരാത്ത ഐഡിയ ആണ് ഈ തോലം പറഞ്ഞോണ്ട് വരുന്നത്. നമ്പ്യാരന്മാര് നമ്മുടെ സ്വത്തെല്ലാം ജപ്തി ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഗതി കിട്ടാതെ അലയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നത്? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ നോക്കണ്ട, ഞാനില്ല. നന്നാവൂല മാഷെ. ഈ ബാങ്ക് കൊള്ളയടിക്കാൻ ചില അത്യന്താധുനിക സജ്ജീകരണങ്ങളൊക്കെ വേണ്ടേ? ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. എന്താ അത്? ഭയം മാറിയ ഒരു മനസ്സ്. അതിനിപ്പോ എവിടെ പോവാൻ? ഇവന്റെ കാണോ?
നമ്പേട്ടാ 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 എന്തോ നടക്കുന്നത് കീർന്ന നമ്പി അനിയ കുബേര വരുന്നു കുബേര വരുന്നു. കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. എവിടെ എവിടെ കാക്ക വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലടി ഡെപ്പോസിറ്റ് ചെയ്യാൻ വിരുന്നുകാർ വരുമെന്ന്. കുബേര നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പലിശക്കാരെ ഒക്കെ പൊക്കുന്നു. സൂക്ഷിക്കണം, ഏത് സമയവും നമ്മളെയും പിടിക്കും ചേട്ടാ. നമ്പേട്ടാ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വേഗം സിറ്റി ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോണ്ട, അവന്മാര് നമ്മളെക്കാളും കഴുത്തറപ്പന്മാരാ. ഇത് പിന്നെയും താങ്ങാം, അവന്മാരെ ബില്ല് താങ്ങാൻ പറ്റൂല. നീ പോയി അമൃതാഞ്ചി എടുത്തോണ്ട് വാ. ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം നമ്പേട്ടാ. എനിക്കൊന്നും ഇല്ലടാ, ഇതുവരെ എത്തി, ഇത്രയൊക്കെ നേടി. അതിനിടയിലാണ് അവന്റെ അപ്പൂപ്പന്റെ ഒരു കുബേര. നീ ഇപ്പൊ തന്നെ എല്ലാ ബ്രാഞ്ചിലും വിളിച്ചറിയിക്ക്. നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ വിളിക്ക്. എടാ, ജോയും ടീമും കാശ് തരാന്ന് പറഞ്ഞ അവസാന അവധി നാളെയല്ലേ? അതെ, തന്നില്ലെങ്കിൽ അവന്മാരും പിടിക്കണം നമ്പേട്ടാ. ഭദ്ര ഓ ജബ്ബാറേ മുതലാളി ഉറക്കം എണീറ്റോ? നാളെ എല്ലാവരും കൂടെ ഉണ്ടാവണം. ചാപ്പാട് ഓടിച്ച് കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ലേ, ആ ജോയും കൂട്ടരെയും ചിലപ്പോ ഗോഡൌണിൽ എത്തിക്കേണ്ടി വരും. ശരി മുതലാളി. വിക്സ് നീ വന്നേ. ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. വാ. മരണം വരെ സത്യസന്ധനായി ജീവിച്ച ഒരു പോലീസ് ഓഫീസറുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് കടപ്പെട്ട് നിൽക്കുകയാണെന്ന് കരുതി കണ്ടവന്റെ സ്വത്തടിച്ചു മാറ്റാനൊന്നും എന്നെ കിട്ടത്തില്ല. നമ്മുടെ കടം തീർക്കാൻ ഇതിനേക്കാൾ നല്ല ബെറ്റർ ഐഡിയ വല്ലതും നിന്നേലുണ്ടോ? ഇല്ലല്ല, പിന്നെ നീ കൂടുതൽ ഷോ കാണിക്കല്ലേ ജോ. എന്റെ ഭാഷ ഇത് പിടിക്കപ്പെട്ട ക്രിമിനൽ ഒഫൻസ് ആണ്. പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്ക് അയ്യോ ആണോ? എന്നാടാ തീരൂടാ, നമ്മളെല്ലാവരും നാളെ വൈകുന്നേരത്തോടു കൂടി തീരും. നീ കാര്യം തെളിച്ച് പറ. എടാ, നമ്പ്യാരന്മാര് ഒരു ലോഡ് ഗുണ്ടകളുമായിട്ട് നമ്മളെ പൊക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ചക്കര. ചക്കരേ ഒന്നുമില്ല. ഈ ചക്കരയെന്ന് ലോകത്തിലെ രണ്ട് വസ്തുക്കളെ വിശേഷിപ്പിക്കാറുള്ളൂ. ഒന്ന് ഭക്ഷിക്കുന്ന ശർക്കരയെ, രണ്ട് പ്രേമിക്കുന്ന പെണ്ണിനെ. ആദ്യത്തെ ചക്കര എൻ്റെ അറിവില് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. ആരുടെ? രണ്ടാമത്തെ ചക്കര തന്നെ മൂത്ത നമ്പ്യാരുടെ ഭാര്യ രാധിക. അയ്യേ, ഇതിലെനിക്ക് പങ്കില്ല. ഇതൊക്കെ എപ്പോഴേ? നമ്മൾ വാങ്ങിച്ച കാശിന്റെ ആദ്യത്തെ പലിശ കൊടുക്കാൻ ചെന്നപ്പോഴാ ഞാൻ ആ മുതലിനെ പരിചയപ്പെടുന്നത്. പിന്നെ പലിശ കൊടുക്കാൻ അവളല്ലേ കാശ് തന്നോണ്ടിരുന്നത്. ഞാൻ നമ്പ്യാർമാർക്ക് കൊടുക്കും, അവളത് വാങ്ങി ബാക്കി കൂടെ എനിക്ക് തരും. ഇപ്പൊ അവന്മാര് മുതല് തിരിച്ചു ചോദിച്ചപ്പോഴല്ലേ കുടുങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുത്തും വാങ്ങിച്ചും മിണ്ടാതെ കൊണ്ടുപോകാനാ. ജോ, ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. കൊള്ളയടിക്കാളിയാ. ദേവമോളെ, പപ്പേട്ട പുതിയ കോളെന്തെങ്കിലും വെഞ്ചാപ്പൂരിക്ക് ഓട്ടം വന്നിട്ടുണ്ട്. 3 ലേഡീസാ, ഒരാഴ്ചത്തെ ട്രിപ്പാ. പറ്റുമോന്നോ? ആരാ പാർട്ടീസ്? ഊട്ടിയിൽ ഏതോ കോളേജിൽ നിന്ന് ഡോക്യുമെന്റ് എടുക്കാൻ വന്ന പിള്ളേരാ. നാളെ രാവിലെ 9 മണിക്ക് ബെഞ്ചാപ്പൂരിക്ക് പോകണം, ലാമ കോളനിയിൽ. ഓക്കെ? പപ്പേട്ടൻ എനിക്ക് ഗുണം വരുന്നതേ ചെയ്യുള്ളൂ എന്നറിയാം. എന്നാലും കാശിന്റെ കാര്യത്തിൽ എങ്ങനെയാ? നീറ്റ് സെറ്റപ്പ് ആണല്ലോ അല്ലേ? പിന്നെ നല്ല കാശുകാരാ. ഒരാൾ MBA അനന്തരവളാ. റിസോർട്ട് ഞങ്ങളോട് ഒന്നിനും ബാർഗൈൻ ചെയ്തിട്ടില്ലെന്നേ. ആണോ? ഈശ്വരാ, എന്നോട് ബാർഗൈൻ ചെയ്യല്ലേ. 100 കൂട്ടം ആവശ്യങ്ങളുള്ളതാ. അപ്പൊ കൃത്യം 9 മണിക്ക് റിസോർട്ടിന്റെ നടയില് ദേവ് റെഡി. നെയ്യപ്പം എടുത്തോണ്ട് പോവല്ലേ? അടിക്കല്ലേ ബിന്ദു. 2 സുഹിയനും 1 കട്ടൻ ചായ. ഈ പല്ലിയേക്കണ ബ്രഷാരുത് ഇവിടെ കൊണ്ടുവച്ചത്. കയ്യേറേ, അത് ബ്രഷൊന്നും അല്ല, തറേ കിടന്നാ മതിയായിരുന്നു.
എടാവുവെ, സ്വന്തം തന്തയെ കണ്ട് ഞെട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ പുത്രൻ നീയായിരിക്കും. എടാ മാക്കാനെ, ഞാൻ തന്നെയായത്. അയ്യോ ഇതെന്ത് വേഷം? ഇതെങ്ങനെ ഇവിടെ? മരിച്ചുപോയെന്ന് കരുതി നീ എന്നെ വില കുറച്ച് കാണരുത്. അയ്യോ അങ്ങനല്ല, അപ്പച്ചന് മൊത്തത്തിലൊരു മാറ്റം. ഇതിപ്പോ ഒരു ജാങ്കോ സ്റ്റൈൽ. ആരുടെ കുഴപ്പം? എടാ ചെറിയ പള്ളി നമ്മുടെ തോട്ടുമുക്കത്തെ സേവരന്റെയും മാത്തച്ഛന്റെയും തൊട്ടടുത്ത് അടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അടക്കിയത് എവിടാ? ഒന്ന് ഓർത്തു നോക്കിയേ. ആ ബാംഗ്ലൂരിൽ വണ്ടി ഇടിച്ചെത്ത ജിമ്മി ചെറുക്കന്റെ തൊട്ട അയൽവക്കത്ത്. അവനായിപ്പോ എന്റെ കമ്പനി. പിടിച്ചു നിൽക്കണ്ടേ മണിയാ? അപ്പച്ചൻ അമ്മച്ചിയെ പോയി കണ്ടായിരുന്നോ? എന്തിന്? ജീവിച്ചിരുന്നപ്പോഴോ ഒരു നുള്ളു മനസ്സമാധാനം അവൾ എനിക്ക് തന്നിട്ടില്ല. വല്ല വിധേനെ അവളെ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതും പോരാ, ആ ഏരിയയിലോട്ട് ഞാനില്ല. അപ്പോ എന്നെ കാണാനായിട്ട് മാത്രം വന്നാന്നോ? പിന്നെ കാണാൻ പറ്റിയ ഒരു ചളുക്ക്. ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ കയറിയതാ. ഏയ്, നീ ബാങ്ക് കൊള്ളടിക്കാൻ പോണ? അപ്പച്ചാ, കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസറിന്റെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് അപ്പച്ചന് തോന്നുന്നുണ്ടോ? ലൊട്ട ചെയ്യണം. എടാ വല്ല വിധേനയും 10 കാശുണ്ടാക്കി ആ കടമൊക്കെ തീർത്ത് സെറ്റിലാവാൻ നോക്ക്. നേരെ രൂപയെ നിന്നെ കൊണ്ട് ആ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ മാഷ് പറഞ്ഞ ഐഡിയ കൊള്ളാം. അപ്പച്ചാ, നീ ഓവറാക്കണ്ട. നിനക്കൊരു പാതി മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഈ അവസരത്തില് ഒരു മാലാഖയെ പോലെ എന്നെ നേർവഴിക്ക് നടത്തേണ്ട അപ്പച്ചനാണോ ഈ? മക്കളെ, ദൈവമാവാൻ അവസരമുള്ളപ്പോ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്? മോണ്ടിക്കാന്നാ പോയി ചെയ്യടാ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാ മതി. കളിയാ? ആ കളിയല്ല, ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി. ദൈവമാവാൻ അവസരമുള്ളപ്പോ എന്തിനാടാ വെറുതെ മാലാഖയാവുന്നത്? ഒരാഴ്ചത്തേക്ക് ചേച്ചിയുടെ ശാസനയും ഒച്ചപ്പാടും ഒന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതി സന്തോഷിക്കാവും അനിയത്തി. അങ്ങനെയൊന്നുമില്ല ചേച്ചി. പരീക്ഷയുടെ മാർക്ക് വരട്ടെ, അപ്പൊ കാണാം എന്റെ ശരിക്കുള്ള സ്വഭാവം. മോളെ, ഒരാഴ്ച നീ ഒറ്റയ്ക്ക്. അതൊന്നും വിഷമിക്കണ്ട, അച്ഛനില്ലേ കൂടെ, പിന്നെ നമ്മുടെ പ്രസിഡന്റും. ശരി. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ദേവയാനി, കാറിന്റെ ഡ്രൈവർ. കോട്ടൊക്കെ ഉണ്ട്, കാറിൽ വെച്ചിരിക്കുക. വാട്ട്സ് ടൈം നോ? 9. നോ, 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ്, അതായത് 180 സെക്കൻഡ്സ് ലേറ്റ്. എന്റെ അങ്കിൾ പറയും ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം സമയമാണെന്ന്. അറിയാമോ എന്റെ അങ്കിളിനെ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ? അറിയില്ല. സേവ്യർ അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആൻ അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ട്. MP സേവ്യർ അഗസ്റ്റിൻ, രാജ്യസഭ MP. പിന്നെ ഞാൻ ഇത്രയും വിശദമായ കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാ, ഈ പ്രോജക്റ്റിന്റെ ഹെഡ് ഞാനാ. അപ്പൊ ഞാനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അകത്ത് 2 പേരും കൂടെ ഉണ്ട്. അവര് പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേണം അനുസരിക്കാൻ. മനസ്സിലായോ? എന്നാ വാ. മാഡം, ആദ്യം ഒന്ന് ചൂടായപ്പോഴേ മാഡത്തിന്റെ ഭംഗി 5 ഇരട്ടിയായി. സിനിമാ നടി തൃഷയുടെ അതേ കട്ട്. മീരാമാമൻ എന്നാണ് പേരെങ്കിലും തൃശ്ശെന്ന് ചിലരൊക്കെ വിളിക്കും. കണ്ടാലും മതി ഒരു തൃശ്ശ. അയ്യോ,
എന്തു പറ്റി? ദേഹം കോച്ചതാണോ? എക്സസൈസ് ആണെന്നാ പറയുന്നത്. ഓ, ഇതാണോ ഡ്രൈവർ? നിന്റെ പേരെന്താ? ദേവയാനി. ഞാൻ രൂപാപിള്ള. പക്ഷെ കണ്ട പൈസ പിള്ളാന്നേ പറയൂ അല്ലേ? ശ്രദ്ധ. ഇനിയുണ്ടോ? രൂപ വാ നമുക്ക് ഇറങ്ങാം. ആ സമയായി. ഓ, give me 2 minutes. പാട്ട് പാടുക. ഓ വിക്ക് പാവം. ആ ഡ്രൈവർ സാധനങ്ങളൊക്കെ എടുത്തോളൂ. അല്ല ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക്, നിങ്ങളൊക്കെ കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക്. അയ്യോ വേണ്ട വേണ്ട, സോറി, നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് എടുക്കണം എന്നല്ലേ? ആ ശരി, ഞാൻ എടുത്തോളാം. ഒരു സെൽഫി. ഫ്രാൻസി ഫ്രാൻസി ഓടി വാ. പിടിച്ചോ. ഇത് പിടിക്കേ. ഏയ് രൂപ, ശ്രദ്ധ, ദേ നോക്ക്. അവിടെ കാണും. കേറുന്നില്ലേ? ഇതാണോ കാറ്? ആ അതെ. വാട്ട്? ഈ പാട്ടപ്പെട്ടിയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യണ്ടേ? എന്റെ കാറിന് വല്ലതും പറഞ്ഞുണ്ടല്ലോ. അങ്കിൾ MP ആയാലും ശരി, MLA ആയാലും ശരി. എന്താ മോളെ, എന്താ പ്രശ്നം? താനാ ഈ കാർ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയ. ഈ റിസോർട്ട് ഞാൻ പൂട്ടിക്കും. എന്റെ അങ്കിൾ ആരാണെന്ന് അറിയോ തനിക്ക്? എന്റെ അച്ഛൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ഇതാ നോക്കിയേ, കണ്ണ് തുറന്ന് നോക്ക്. കണ്ടല്ലോ, എന്റെ അച്ഛനും ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത ആളായിരുന്നു ദേവുവിന്റെ അച്ഛൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ പപ്പേട്ട? പത്രക്കട്ടിങ്ങും CD-യും വണ്ടിയിലിരിപ്പുണ്ട്, കാണിച്ചു തരാം. വേണ്ട മോളെ, വേണ്ട. എന്നാ വേണ്ട. മാഡം, ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ ദേവുവിന്റെ കാർ തന്നെ അറേഞ്ച് ചെയ്തു. ഒന്നാമത് ബെഞ്ചാപുരയിലെ മുക്കും മൂലയും ഇവർക്ക് പച്ചവെള്ളമാണ്. പിന്നെ പ്രൊട്ടക്ഷൻ. ഈ ബോർഡർ ഏരിയ ഇച്ചിരി പ്രശ്ന സ്ഥലമാണ്. നിങ്ങൾ 3 പെണ്ണുങ്ങൾ പരിചയമില്ലാത്ത ആണുങ്ങൾ ഓടിക്കുന്ന വണ്ടി പോവാന്ന് വെച്ചാൽ അത് റിസ്ക്കാ. 2 ആഴ്ച മുമ്പ് സോനാമ്പാറയ്ക്ക് ടൂറ് പോയ 4 പെൺപിള്ളേര് എന്തായി? 2 എണ്ണത്തിന്റെ ഡെഡ് ബോഡിയല്ലേ കിട്ടിയത്? വെള്ളത്തിൽ വീണൊന്നുമല്ല, റേപ്പ്. അത് തന്നെ. ആലോചിക്കാനൊന്നും ഇല്ലാന്നേ. നമുക്കൊന്ന് അടിച്ചു പൊളിച്ചൊക്കെ പോയി വരാന്നേ. ദാ ഇങ്ങോട്ട് കേറിക്കോളൂ. മാഡം അല്ല ഹെഡ്, മുന്നിൽ തന്നെ ഇരുന്നോളൂ. കേറ് മാഡം. മാഡം, ഇപ്പൊ എന്നോട് ചൂടായപ്പോ നയൻതാരെ പോലെയായിട്ട് എനിക്ക് തോന്നിയേ. ചിലരൊക്കെ എന്നെ നയൻതാരെന്നും വിളിക്കും. ശരിക്കും നയൻതാര എങ്ങാനിത് അറിഞ്ഞ ഈ തള്ളനെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കും. പോവാ മാഡം. എന്താ ബാറ്ററി ഡൗൺ ആണോ? ഏയ്, ഇതിന്റെ ഒരു രീതി അങ്ങനെയാ. പിന്നെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നത് ഐശ്വര്യക്കേടല്ലേ? സ്റ്റാർട്ട് ആയി പോവാ. ഈ മീശയുടെ സൈഡില് 2 രോമങ്ങൾ പൊങ്ങി നിൽക്കുന്നു. ഒന്ന് ട്രിം ചെയ്തേ. ഒരു പോലീസ് ഓഫീസർക്ക് ആവശ്യം മീശ, തലയല്ല. തല കണ്ടി ലോകത്ത് ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, തലയുള്ളവർക്ക് മീശ വേണ്ടല്ലോ. കറക്റ്റ് കറക്റ്റ്. സാർ
ഇന്ന് പെട്ടത് തന്നെ. എല്ലാ വലിയ മോഷണങ്ങളും നടക്കുന്ന സ്ഥലത്ത് ദൈവം മോഷ്ടാവിനായിട്ട് ഒരുക്കി വെച്ച ഒരു സഹായ ഹസ്തമുണ്ടാവും. അത് കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ മോഷ്ടാവ്. ഈ പരിസരത്ത് നിങ്ങൾ അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 2 ഓട്ടോയും ഒരു ട്രാക്ടറും ഒരു പേട്ട് കളവനും. ആ ബാങ്കിന്റെ മുന്നിൽ ഒരു പടക്കക്കട. ഇനി ഞങ്ങളെ കൊണ്ട് പടക്ക ബിസിനസ്സും കൂടെ തുടങ്ങിക്കാനുള്ള പരിപാടിയാ. എന്നിട്ട് വേണം ഒരു ഒറ്റ പടക്കം പോലും പൊട്ടാതിരിക്കാൻ. നോ ബോയ്സ്, നമ്മൾ ആ പടക്കക്കടയെ നമ്മുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് ആ കടയ്ക്ക് തീ കൊളുത്തുന്നു. ശബ്ദം കേട്ടിട്ട് ആ സ്ഥലത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിയുന്നു. ബോംബാണെന്ന് തെറ്റിദ്ധരിച്ച് ബാങ്കിലെ സ്റ്റാഫുകളും ഇറങ്ങിയോടുന്നു. ആകെ കൺഫ്യൂഷൻ. ഞങ്ങൾക്കും അതാണ് നിങ്ങളുടെ സമയം. ദ മൊമെന്റ് ഓഫ് ദ തീഫ്. ഡേയ്, ആന വിരണ്ടെന്ന് പറഞ്ഞ ഉത്സവം കലക്കണ പഴയ പരിപാടിയാ. എന്റെ മാഷെ, ഈ കറുത്ത കുപ്പായം തൊപ്പിയും കളിത്തോക്കും ആകപ്പാട് റാംജിറാവ് ഫീലിംഗ്. അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? കറുത്ത കുപ്പായും കളിത്തോക്കും ഇല്ലാതെ ലോകത്ത് ഒരു ബാങ്ക് റോബറി നടന്നിട്ടില്ല. ഞാൻ ശ്രദ്ധ തിരിച്ചാലുടൻ ബോയ്സ്, യു ചാർജ് ആൻഡ് അറ്റാക്ക് ദ ബാങ്ക്. പോയി വരാം. എനിക്ക് പകരം നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങോട്ട് പോകണമെന്നുണ്ടോ? ഓ വേണ്ട, പടക്കം വെടിയൊക്കെ മാഷിനാ ബെസ്റ്റ്. എക്സാക്ട്ലി. ആണോ? എന്ത് വേണം സാർ? 5 തറച്ചക്രം. വേറെന്ത് വേണം സാർ? പൂത്തിരി 1 കിലോ. പൂത്തിരി 1 കിലോയോ? ഒരു ബാറ്റ്. പിന്നെ പാമ്പുളിക്ക് 1 ഡസൻ. പൊട്ടാസ് 5 ഡപ്പി. റോക്കറ്റ് 10. കൊരപ്പൂ 6. അമിട്ട് 8. പിന്നെ തോക്കും 6. മാഷ് ലൈറ്റർ എടുത്തു. മിക്കവാറും ഇപ്പൊ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. നമ്മൾ റെഡി ആയിട്ടിരുന്നു. ഇപ്പൊ കത്തിക്കും. അളിയ റെഡി ആയിരുന്നു. തോക്ക് റെഡി ആയിക്കും. ശ്രദ്ധ തിരിച്ച് ഇനി പൊട്ടൽ തുടങ്ങും. എന്തേ? ഞാൻ ഇയാളെ പഠിപ്പിച്ചിട്ടുണ്ടാ? എന്താ പേര്? മാഷേ, 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 എന്തുറ്റി? അല്ല, നിങ്ങളെന്താ ഇവിടെ? ചുമ്മാ ബലിയിടാൻ വന്നത്. ആള് ചത്തെന്നാ തോന്നുന്നത്. ഇതിനെ കാക്ക ഒത്തുന്നതിന് മുമ്പ് വീട്ടിൽ കൊണ്ട് കൊടുക്കാം. നീ വണ്ടി എടു. എന്തായാലും നമ്മൾ ഇറങ്ങി. ജാതകത്തിൽ ഒരു ബാങ്ക് പോലെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തടുക്കാൻ പറ്റുമോ? വാ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ സ്വന്തം പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കരുത്. പേരുകൾ മാറ്റി വേണം വിളിക്കാൻ. അതായത് നീ ജോ അല്ല, നീ സൽമാൻ, ഇവൻ ജോ, ഞാൻ ഉമ്പടി. എങ്ങനെയുണ്ട്? ഉഗ്ര ഐഡിയ അല്ലേ? ചുമ്മാരുടെ നമ്മുടെ ബിസിനസ് ഒക്കെ പൊട്ടിയത്. മോമഡിടാ. ഓട്ട എവിടെ?
ചിമ്പാൻസി നിന്റെ ജനിപ്പിച്ച ആളിനെ കൊണ്ട് വെറുതെ വിളിപ്പിക്കരുത് കേട്ടോ. ഭാഗ്യം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതെങ്ങനെ ഒരു അയ്യോ സ്വാമി ശരണം. വാലേക്കും അസ്സലാം. അയ്യപ്പ ശരണം. അയ്യപ്പന്മാരെങ്ങനെ എരുമേലി വഴി നടന്നു പോകാന്നോ അതോ പമ്പയില് കാറിൽ ഇറങ്ങി അങ്ങ് പോകാമോ? പരിമേലി വഴി എഴഞ്ഞ് എരുമേലി വഴി തന്നെ സാർ. ഞാൻ ഭയങ്കര അയ്യപ്പ ഭക്തനാ. 17 മല ചവിട്ടിയിട്ടുണ്ട്. ഏതായാലും സ്വാമിയെ കണ്ട സ്ഥിതിക്ക് ഒരു സെൽഫി എടുത്തു. എന്റെ വല്യച്ഛൻ കാനോടിഞ്ഞ് കിടക്കുന്ന ഒരു പടം ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 86 ലൈക്കും 18 കമന്റും കിട്ടി. ആ ഇന്നത്തെ പോസ്റ്റ് സ്വാമിമാരുടെ തന്നെ ആയിക്കോട്ടെ. ആ സ്വാമിമാർ ചേർന്നോളൂ. ഞാനേ കണ്ണട എടുത്തില്ല. എല്ലാരും ഉണ്ടോ? ആ ഫോക്കസ് ആണേ. നല്ല ഫോക്കസ്. ഒന്ന് ഞെക്കിയേ. പിന്നെന്താ, ഞാൻ ഞെക്കി തരാം. എങ്ങനുണ്ട്? ആ എന്നാ കാണാം. സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ. നിക്കവിടെ. അയ്യോ ഒളിയ പൊക്കി എന്നാണ് തോന്നുന്നത്. സത്യമായിട്ട് ഈ പെട്ടി വഴി കിടന്ന് കിട്ടിയതാണ്. 10 രൂപയുണ്ട്. ആളിയെ പുറത്ത് കാണിക്കട്ടെ. അയ്യപ്പാ എല്ലാ പാവങ്ങളും ഇതിലങ്ങ് തീർത്തേക്കണേ. എല്ലാം ഇതിൽ തീരും സാർ. ആ അയ്യപ്പന്മാരെ മുഖത്തിങ്ങനെ ഭസ്മം വാരി തേക്കരുത്. അലർജി. ഭസ്മം. ഓ ഇത് ജീവനുണ്ടോ നോക്ക്. മാഷേ 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 അങ്ങോട്ടേ മാലപ്പടക്കം 5. കണ്ട ബാങ്ക് റോബറി സക്സസ്. അതിലിപ്പോ എന്താ വലിയ കാര്യം? എന്റെ പ്ലാനിങ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പ്രിസൈസ്. ആ പടക്കക്കടയിലെ ശ്രദ്ധ തിരിക്കലായിരുന്നു മാസ്റ്റർ സ്ട്രോക്ക്. ആ സ്ട്രോക്കിൽ ആള് ചാകാത്തത് ഭാഗ്യം. സത്യം. ഒരു ബാങ്ക് മുഴുവൻ കവർ ചെയ്തിട്ടും ഈ ഉണക്കപ്പെട്ടിക്കൊള്ളുന്നു മാത്രമേ കിട്ടിയുള്ളൂ. ഇത് തന്നെ കിട്ടിയത് മഹാഭാഗ്യം. ആ ബാങ്കിനകത്ത് ഒരു മാങ്ങാ തൊലിയില്ലായിരുന്നു. അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ പെട്ടി തുറക്കാൻ നോക്ക്. കർത്താവേ ആയിരങ്ങളുടെ മാത്രം കെട്ടായിരിക്കണേ. ഇത് തുറക്കാൻ പറ്റുന്നില്ല, നമ്പർ ലോക്കാ. എനിക്ക് 9,000. നീ ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് നിർത്തിയേ നമുക്ക് തല്ലി പൊട്ടിക്കാം. അങ്ങോട്ട് ഇറങ്ങും മാഷ. ഒന്ന് പറ്റണ്ടേ, ഒന്ന് സഹായിക്ക്. ഒന്ന് നേരെ നടക്ക്. തിരിപ്പിക്കാൻ പറ്റാത്ത മർമ്മത്ത് തന്നെ അവൻ ചവിട്ടി. ത്തോടെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരാനടാ. ആദ്യം നമുക്ക് ഈ ജീപ്പ് മാറ്റിയിട്ട് പുതിയൊരു കാർ എടുക്കണം. 1000 നോട്ട് ഇങ്ങോട്ട് ഇട്. 500 എല്ലാം കൂടെ ഇങ്ങോട്ട് പോയി. അതൊക്കെ ഞാൻ തീരുമാനിക്കാം. ആൾക്കാർ വരുന്നുണ്ടോ നോക്ക്. അതിന്റെ ഇടയിൽ വല്ല ഉണ്ടാ നോക്ക്. ഇതെന്തോന്നടെ പെട്ടി മുഴുവൻ ജെട്ടിയാ. പടച്ചോനെ, ജെട്ടി പോലും പണയത്തിനെടുക്കണ ബാങ്കോ. ഡിസപ്പോയിന്റഡ് ആവരുത്. വേറെ പ്ലാൻസ് ഉണ്ട്. തനിക്ക് വെച്ചിട്ടുണ്ടടാ മൊട്ടെ. ഇതിലിപ്പോ എന്നെ നോക്കുന്ന എന്തിനാ? നിങ്ങളെല്ലാം പോയി കൊണ്ടുവന്ന ലക്ഷങ്ങളല്ലേ ഇത്. ഞാനും കിടക്കട്ടെ. ദേഹത്തിട്ടുകൊണ്ട് നടക്കേണ്ട അണ്ടർവെയർ പെട്ടിയിലിട്ടുകൊണ്ട് നടക്കുന്നു ദരിദ്രവാസികൾ. ആനിഷ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു 3 ആയുധധാരികൾ ബാങ്കിൽ കടന്നത്. വയനാട്ടിൽ വൻ ബാങ്ക് കവർച്ച, നോക്കുകുത്തിയായി പോലീസ്. പുൽപ്പള്ളിയിലെ നമ്പ്യാർ ആൻഡ് നമ്പ്യാർ ഫിനാൻസിൽ ഇന്നു രാവിലെയുണ്ടായ മുഖമൂടി ആക്രമണത്തിൽ കോടികളുടെ കവർച്ച. തിരക്കുള്ള നഗരമേഖലയിൽ പട്ടാപ്പകൽ നടന്ന ഈ കവർച്ച പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസിന്റെ പരിധിക്കുള്ളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പൊതുജനം ഭീതിയിലാണ്. പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ SP ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ക്യാമ്പിൽ കിളിത്തട്ട് കളിച്ചോണ്ടെടുത്ത തന്നെ പിടിച്ച് ലോക്കലിട്ടതേ എനിക്കൊരു അടുപ്പം തോന്നിയുണ്ട്. അതിപ്പോ എനിക്ക് വിനയായി. സാർ ഇപ്പൊ ഇത് എന്റെ പേര് എടോ, താൻ ജന്മനാ മണ്ടനാണോ അതോ മണ്ടത്തിന് അഭിനയിക്കുന്നതാണോ? സത്യമായിട്ടും അഭിനയിക്കല്ലേ സാർ? ഒരു ഫേസ്ബുക്കും സെൽഫിയും എത്രയും പെട്ടെന്ന് ഈ കേസിന് തുമ്പുണ്ടാക്കിയില്ലെങ്കിൽ തൊപ്പി ഞാൻ തെറിപ്പിക്കും, പറഞ്ഞേക്കാം. അത് വേണ്ട സാർ. നമസ്കാരം.
വരാൻ പറ. രക്ഷിക്കണം സാർ. നമസ്കാരം സാർ. 112 ലക്ഷം. എന്റെ 112 ലക്ഷം രൂപയാ സാറേ അവന്മാര് കൊള്ളയടിച്ചോണ്ട് പോയത്. നടന്ന മുഴുവൻ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ, ഒന്നും മറച്ചു വെക്കണ്ട. അവർ അതിഭയങ്കരന്മാരായ 3 ഭീകരന്മാരായിരുന്നു സാർ. 3 പേരും കറുപ്പായിരുന്നു സാറേ ധരിച്ചിരുന്നത്. എന്താ എന്താ പറഞ്ഞേ? അല്ല സാർ, അത് പിന്നെ കറുത്ത പാന്റും കറുത്ത ഷർട്ടും യൂണിഫോം അതാ ധരിച്ചിരുന്നെന്ന്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ബ്ലാക്ക് മാൻ, 3 ബ്ലാക്ക് മാൻ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. സാർ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞത്? ഞാൻ മണ്ടത്തരെ ചെയ്യത്തുള്ളൂ, മണ്ടത്തരെ പറയത്തുള്ളൂ, സെൽഫി എടുത്ത് നടക്കുകയാണെന്ന്. പക്ഷെ സാർ കളിയാക്കി അതേ സെൽഫി ഉപയോഗിച്ച് ഞാൻ അവന്മാരെ കീഴ്പ്പെടുത്താൻ പോവാണ് സാർ. ഞാൻ അവരെ കണ്ടിരുന്നു, ചേർത്ത് നിർത്തി സെൽഫിയും എടുത്തിരുന്നു. ആ ഫോട്ടോ ഉപയോഗിച്ചാണ് നമ്മൾ അവരെ പൊക്കാൻ പോകുന്നത്. ദാസ് കണ്ണു തുറന്ന് നോക്കണം സാർ. എനിക്കും പ്രമോഷൻ, കൂട്ടത്തിൽ സാറിനും പ്രതീക്ഷിക്കാം. വയറ് നിറച്ച് കാണാൻ എന്ത് കരുതി ശിങ്ക ശിവദാസനെ കുറിച്ച്. ഭീകരന്മാര് കള്ളന്മാര്. യവനെ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, യവന്മാരെ ഞാൻ പൊക്കും. സാറാണല്ലോ ഈ നമ്പ്യാർ ബാങ്ക് ബഹളം വേണ്ട. ഓരോരുത്തരായിട്ട് ചോദിച്ചു. ആദ്യം കുട്ടി തന്നെ ചോദിച്ചു. ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. ചോദിച്ചോ. സർ, ഈ ബാങ്ക് മോഷണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. അതെ, ഇത്തിരി വെള്ളം. എനിക്കിത്തിരി വെള്ളം വേണം. വെള്ളം ഒരു മിനറൽ വാട്ടർ കമ്പനിയും കൂടെ ഞങ്ങളെ കൊണ്ട് തുടങ്ങിക്കാത്തത്. അന്ധവിശ്വാസം വലിക്കുന്നതിന് മുമ്പ് ദാരിദ്ര്യമെങ്കിലും കൊടുക്കണമെന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. എന്തിനിങ്ങനെയൊക്കെ പറയുന്നു? അവിടെ എവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ നിർത്ത്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാവും. ഇയാള് മാഷല്ല, MLA ആകേണ്ടതായിരുന്നു. അതാവുമ്പോ നിയമസഭയിൽ നിന്ന് ഇഷ്ടം പോലെ ഇടിയും കടിയും ഫ്രീ ആയിട്ട് കിട്ടിയാനെ. ഇറങ്ങി വാ, വെള്ളം കുടിച്ച് പുതിയ ഐഡിയ പറഞ്ഞ് ഇടി വാങ്ങാനുള്ളതല്ലേ. ഐൻസ്റ്റീന്റെ ഐഡിയ പോലും ചീറ്റി പോയിട്ടുണ്ട്. പിന്നെന്താ വലിച്ചിറക്കട അങ്ങോട്ട്. വെള്ളത്തിന് കന്നഡയിൽ എന്താണെന്ന് അറിയാം. ಆಲಿನ ಪೂರ್ತಿ ದುಡ್ಡು ಕೊಡಬೇಕು. ವೆಂಕಟ ನೀನು ಹೋಗು, ದುಡ್ಡು ನಾನು ಕೊಡ್ತೀನಿ. ಹೋಗು ಹೋಗು. വെരി ഗുഡ്. ഇവൻ തന്നെ തോന്നുന്നു പശുവിനെയും കറക്കുന്നത്. എനിക്ക് 4 ലിംബി എണ്ണ ജ്യൂസ് കൊടി. സർ. ഓക്കെ. ലിംബി എണ്ണനെ? ലിംബി എണ്ണനല്ല, ലിംബി എണ്ണു, നാരങ്ങ വെള്ളം. അപ്പൊ ഈ ചായക്ക് ശശി എണ്ണനെന്നെങ്ങനെ ആയിരിക്കും? അല്ല, ചായക്ക് ഇവിടെ കാപ്പി എന്നാ പറയാറ്. വീട്ടിൽ നിന്ന് ഉമ്മച്ചേരാ പറഞ്ഞാ മനസ്സിലാവുന്ന ചക്കരെ പറ. സൽമാനിക്ക, ഞങ്ങളുടെ ബാങ്കിൽ കൊള്ളക്കാര് കേറി. അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ചേട്ടനും അനിയനും സ്റ്റേഷനിൽ പോയേക്കുവാ. ബാങ്കിൽ നിന്നും വിലപ്പെട്ട കൊറേ. വിലപ്പെട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടി, ലോക്കറിൽ എന്ന 5 പൈസ പോലും ഇല്ലായിരുന്നടി. ഞങ്ങളാ ബാങ്ക് കൊള്ളയടിക്കാൻ കയറിയത്. നിങ്ങളാണോ ബാങ്ക് കൊള്ളയടിച്ചേ? എന്തൊക്കെയാ സൽമാനിക്ക ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പറയാൻ നിൽക്കണ്ട. ഞാനും ജോയും ഒക്കെയാ കൊള്ളയടിക്കാൻ കയറിയത്. ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത കറുത്ത യൂണിഫോമിന്റെയും കളിത്തോക്കിന്റെയും വാടക കാശ് പോലും കിട്ടിയില്ലടി. ഇത്രയും ദരിദ്രവാസികളാണല്ലോടി നിന്റെ കെട്ടിയോനും അനിയനും. അലവലാദികളും. പിന്നെ നിന്റെ കെട്ടിയോന് ശരിക്കിട്ട് 2 കൊടുക്കാൻ പറ്റും. അതെ, ഞങ്ങള് പിന്നെ 2-3 ദിവസത്തേക്ക് ഇവിടുന്ന് മുങ്ങുക. എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോ ബെഞ്ചാപുര റൂട്ടിലൂടെ മൈസൂർ വഴി ബാംഗ്ലൂർക്ക് പൊക്കോണ്ടിരിക്കുക ഞങ്ങള്. രണ്ടുപേരും അല്ലാതെ ഒരു ഈച്ച കുഞ്ഞു പോലും ഇത് അറിയരുത്. ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് നിന്റെ ആ കെട്ടിയോൻ പരമദണ്ഡിക്ക് ഉറക്ക ഗുളിക കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ചക്കരെ, പകലെന്നോ രാത്രിയൊന്നോ വേണ്ട, ഫുൾ ടൈം ഉറക്ക ഗുളിക കൊടുത്തു. എനിക്കിനി എപ്പോഴൊക്കെയാ വിളിക്കാൻ പറ്റുക പറയാൻ കഴിയും. ചിലപ്പോ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കും. ഇടയ്ക്ക് ഞാൻ വാട്സാപ്പിൽ വരാം. ഓക്കെ ചക്കരെ. ഹെഡ് ഓഫീസിൽ ഇരുന്നിട്ട് നീ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങിയല്ലേടി? എന്റെ ലിങ്ക് ഉണനെ അലമ്പാക്കരുത്. ഇവരുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ നമ്പ്യാർ ഫിനാൻസ് കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കർണാടക അതിർത്തിയിലേക്ക്. പ്രതികൾ സംസ്ഥാനം വിട്ടതായി വ്യക്തമായ സൂചന ലഭിച്ചെന്നും ഏത് കോണിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും അന്വേഷണ സംഘത്തലവൻ CA ശിവദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ കുത്തകൾക്കെതിരെ പോരാടുന്ന മാവോയിസ്റ്റുകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം. അയ്യപ്പ ഭക്തന്മാരുടെ വേഷത്തിൽ വന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ഇവർ ദൈവവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ സംശയിക്കുന്നു. ഒരുപക്ഷേ ദാവൂദ് ഇബ്രാഹിം സംഘത്തിന്റെ ആസൂത്രിത നീക്കമാകാനും സാധ്യതയുണ്ട്.
കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ വെച്ചൊന്നും പറയല്ലേ, ഇനി ഇവിടെ ഒന്നും കൂടി കിട്ടാനുണ്ട്. ന്യൂ ജനറേഷൻ ബാങ്ക് കവർച്ചയുടെ മാതൃകയിൽ തന്നെയാണ് ഈ കള്ളന്മാർ ഇവിടെയും ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രതികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ IT പ്രൊഫഷണലുകളാണെന്നാണ്. എന്തായാലും എന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരാഴ്ചക്കുള്ളിൽ പ്രതികളെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. കൊണ്ടുവന്ന് ഫോട്ടോ മീൻചട്ടി തലയാ. ഞാനിത് എന്ത് ചെയ്തെന്നായി പറയുന്നത്? താൻ ഒറ്റൊരുത്തം പറഞ്ഞിട്ടല്ലേടോ നമ്മൾ മൂന്നും കൂടെ പോയി ബാങ്ക് കൊള്ളയടിച്ചത്. എന്റെ പ്ലാൻ വേറെ ആയിരുന്നു. നിങ്ങൾ പോയി തോന്നിയാസം കാണിച്ചിട്ട് ഞാൻ എടാ താൻ പറഞ്ഞ പോലെ തന്നെ മുഖം മൂടിയിട്ട് തോക്കം പിടിച്ചിട്ടല്ലേടോ ബാങ്ക് കൊള്ളയടിക്കാൻ പോയത്. നിങ്ങളാണ് ബാങ്ക് കൊള്ളയടിച്ചത്? പിന്നല്ലാതെ ഈ വൃത്തിയോട്ടം പറഞ്ഞു. മലയാളം അറിയൂ? നിന്നെ നിന്റെ ഈ കാറിനെ ഇവിടെ കത്തിക്കും ഞാൻ. ആഹാ ദേ രാജവമ്പാല പത്തി വിടർത്തെ ഞാൻ പേടിക്കും. അത് കണ്ട് ഞാനൂല് തലയോർത്തല്ലേ എനിക്ക് ചിരിയാണ് വരുന്നത്. മീരാ മേഡം പറഞ്ഞ ഞാൻ അനുസരിക്കും. ഒന്ന് തന്നാ ചിലപ്പോ കൊണ്ടുവന്നും ഇരിക്കും. മനസ്സിലായാ? മേഡത്തിന്റെ അമ്മാവൻ സേവ്യർ അഗസ്റ്റിൻ സാർ ആരാന്നറിയോ? ഞാൻ ഈ നെഞ്ചത്ത് വെച്ച് ആരാധിക്കുന്ന നേതാവാ. മാഡം, മാഡത്തിന്റെ മുഖത്തെ തിളക്കമുണ്ടല്ലോ, ഈ ചൈതന്യം ഉണ്ടല്ലോ, അത് നന്മയുടെ തിളക്കമാണ്, മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. ഒരു കാറ് കേടായാൽ കെട്ടുപോകുന്നതല്ല ഈ വെളിച്ചം. അതെ, കാറ് കേടായതിന് ദേവയാനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ തള്ളാം. ലാസ്റ്റ് തള്ളൽ. ഞാനൊന്നുമില്ല. തള്ളയും തള്ളാന്ന്, സോറി കുട്ടിയും തള്ളാന്ന്. തള്ളിക്കോ തള്ളിക്കോ. ഒരു പാട്ട വണ്ടി. എന്റെ വണ്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ നിങ്ങളുടെ ഇട്ടേച്ച് ഞാൻ എന്റെ പാട്ടിന് പോകും. നന്നായിട്ടൊക്കെ തള്ളു. തള്ളല് വെറുതെ ആവോ? നേരെ തള്ളിയില്ലെങ്കിലാവും. അയ്യോ ഒരു വണ്ടി ഫുൾ ഓഫ് ലേഡീസ്. നിർത്തണോ നിർത്തോ, ഒന്ന് വേഗം നിർത്തണോ. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത്. നിർത്താനാ പറഞ്ഞേ. എന്താ എന്താ സംഭവിച്ചത്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒന്ന് തള്ളു. ആരടി നീ? ഞാൻ ആരാന്ന് വിചാരിച്ചടി നീ? എടീന്നോ? ഒന്നുകൂടെ വിളിക്കടോ. ഒരു വട്ടമല്ല 10 വട്ടം വിളിക്കോടി. എടി 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 എടി. തന്റെ തൊപ്പി ഈ കോമാളി മീശ ഞാൻ തെറിപ്പിക്കും. തെറിപ്പിക്കോടി, ചോണയുണ്ടേ തെറിപ്പിക്കടി. അതൊന്ന് കണ്ടിട്ട് എന്താ? അത് മീരമാമൻ MP സേവ്യർ അഗസ്റ്റിൻ സാറിന്റെ അനന്തരവള. വാടോ വണ്ടി തള്ളാം. ആഞ്ഞു തള്ളണം. എല്ലാവരും ഉത്സാഹിച്ചേ. വണ്ടി പോട്ടെ. സാർ അവിടെ വരെ തള്ളണ്ടേ? തള്ളണം. അവിടെ ഡ്യൂട്ടിയാണ് നമ്മുടെ മീരാമാമന് വേണ്ടി. ഞാൻ ആദ്യം ചൂടായില്ലയോ? അത് കോമഡിയാ. സാറ് ഭയങ്കര കോമഡിയാ. ഡിപ്പാർട്ട്മെന്റ് സാറിന് കോമഡി സാറിനെ വിളിക്കുന്നത്. സാറിന്റെ പേര് പറഞ്ഞാൽ തന്നെ ശരിയാ. എന്താ പേര്? ശിവദാസ്. ശിങ്കം ശിവദാസ് എന്നറിയപ്പെടും. ഷിബു എന്നും വിളിക്കും. അത് നിന്നെ ഉദ്ദേശിച്ച. പിന്നെ വണ്ടി സ്റ്റാർട്ടായ അപ്പത്തിന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഏരിയ എത്ര സേഫ് അല്ല, മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാ. നിർത്തണ്ട, ഇനി തള്ളാൻ വയ്യ. മേഡം അയ്യോ സെൽഫി എടുക്കാൻ മറന്നുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട്. സാർ എടുത്തോളൂ. സാറന്മാരെ, ഈ വണ്ടി കൂടി ഒന്ന് തള്ളി തരുവോ? പാവല്ലേ സാറേ, തള്ളിക്കൊടുത്തേക്ക്. അതെ. എന്തൊരു കഷ്ടം എന്റെ കർത്താവേ. ഇപ്പൊ ശരിയാക്കി തരാം മാഡം, ഒരു മിനിറ്റ്. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ കാറ് ഞങ്ങളെ ചുമക്കുവാണോ അതോ ഞങ്ങള് കാറിനെ ചുമക്കുവാണോ? ഒരു തമാശക്കാരി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. പക്ഷെ തമാശയാണെന്ന് തോന്നും. സത്യം.
കാപ്പി കുടിക്കണോ? ഓ ഈ കാർ കത്തിച്ചു കളയണമെന്നാ പറഞ്ഞ്. ആ പെട്ടെന്ന് വെള്ളമൊഴിച്ച് തണുപ്പിച്ചില്ലെങ്കിലേ കാറ് തനിയെ കത്തിക്കോളൂ. അയ്യോ ഞങ്ങളെ പരീക്ഷിച്ച് മതിയായില്ല എന്റെ കർത്താവേ. മാഡം, ഈ കാറും മനുഷ്യരൊക്കെ ഒരുപോലെയാണ്. ഇപ്പൊ തന്നെ മാഡത്തിന് നിന്ന നിപ്പിൽ ഒരു അറ്റാക്ക് വന്നുന്നിരിക്കട്ടെ. അയ്യോ അയ്യോ വന്നാ ഒരുമാതിരി വൃത്തിയോട്. ഇപ്പൊ മാഡത്തിന്റെ തലയിൽ ഒരു ഇടുത്തി. അയ്യോ വേണ്ട, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. കാർ ഒരു ജീവിയല്ലേ മാഡം, എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇവിടെ അടുത്ത് വല്ല അരുവി എങ്ങാനും കാണും. നമുക്ക് എല്ലാവർക്കും പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഞങ്ങളൊന്നും വരുന്നില്ല, തനിയെ അങ്ങ് പോയാ മതി. ഓഹോ, ശരി, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ വല്ല കരടിയോ പുലിയെങ്ങാനും വന്നാലേ ദോ ആ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പേടിക്കൊന്നും വേണ്ട, നല്ല മൂടാണെങ്കിൽ അവറ്റകളൊന്നും ചെയ്യൊന്നുമില്ല. അതിന് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാ മതി. ഞാൻ തിരിച്ചു വന്നിട്ട് ഇറക്കി തരാം. വരുന്നുണ്ടോ ഇല്ലയോ? ദൈവമേ, വരുന്നില്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നേനെ. എന്തോന്ന് കാടുത്, തിന്നാ ഒരു ചക്ക പോലും ഇല്ലല്ലോ. ഇതാണ് പട്ടിണി കെട്ടവൻ. എന്തായാലും ഞങ്ങൾ ജയിലിൽ പോകും. അതിനു മുമ്പ് തന്നെ കൊന്ന് കൊക്കയിലെറിഞ്ഞാൽ ഒരു പുണ്യകർമ്മം ചെയ്തെന്നുള്ള സമാധാനത്തോടെ നമുക്ക് പോവാം. അതൊക്കെ പാവമാണ്. മറ്റൊരു വിദ്യാർത്ഥികൾക്ക് ഇതുപോലൊരു കുരുനാഥൻ ഉണ്ടാവല്ലേ. അടങ്ങ്. സോക്രട്ടീസ്, പ്ലൂട്ടോ, എന്തിന് മഹാനായ ചെഗുവേര പോലും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. ഇതാണ് എന്റെ ബൊളീവിയൻ കാർഡെങ്കിൽ ആ മഹാന്മാരോടൊപ്പം പങ്കുചേരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാവങ്ങളുടെ ഒരു ചെകുവേര മണ്ടവിളക്കെ കിട്ടിട്ട് നിലത്തൊന്നുമല്ലല്ലോടാ താനിപ്പോഴും. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേര് തനിക്ക് ഫീസ് തന്നിട്ടില്ല. ആ ഒരു തെറ്റല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വിശന്നു പോയി. ഇത് വല്ലതും ഒറിജിനൽ തോക്കായിരുന്നെങ്കിൽ തന്റെ തലച്ചോറ് ഞാനിപ്പോ ചെതറിപ്പിച്ചേനെ. പറഞ്ഞ പോലെ എനിക്കും വിശക്കുന്നല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ ഇത് വിഴുങ്ങടോ. എന്താ നോക്ക്, ഇത് പിടിച്ചേ. ഓ മൈ ഗോഡ്, മാവോയിസ്റ്റ്. നോക്ക്, ദേ കണ്ടോ, കൊന്നല്ലേ. ഒന്നും പറയണ്ടോ. തനിക്ക് അവസാനമായിട്ട് തന്റെ ഭാര്യയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. അവള് നിന്റെ അപ്പുറമാണ്. തന്നെ ഞാൻ കൊല്ലാൻ പോവാണോ? അവളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. കൊന്നോളൂ. അയ്യോ, എന്ത് എന്താ എവിടെ? അങ്ങോട്ട് നോക്ക്. കണ്ട അവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇതില് നോക്ക്. കണ്ണി ചോരില്ലാത്തൊന്നും കാണും. ഇതിലൊന്നും കാണാനില്ലല്ലോ. ഇതിലൂടെ അങ്ങോട്ട് നോക്കാൻ. 1 പുലിയാണോ? 2 പേടിക്കണ്ട, ഞാനില്ലേ. ഇവൻ തവള പോയോ? ഇത് പിടിച്ചാ ജോ. എടാ വനിതാ മാവോയിസ്റ്റുകൾ ഓടിക്കോ. വനിതാ മാവോയിസ്റ്റ് ഞാൻ വരണ്ടേ? ചാടി വാടാ. എന്നെ കൊല്ലരുത് മാവോയിസ്റ്റേ, ഞാൻ ഇവരോടൊപ്പം വന്നതല്ല, തോട്ടം നോക്കാൻ വന്നാണ്. തന്നെ ആരും പിടിച്ചിട്ടില്ല, കുറ്റി കുരുങ്ങിയതാ. മാഷേ, മാഷേ, ഉമ്മണി, എവിടെ? സൽമാൻ, മാഷേ, അയ്യോ എന്റെ അമ്മച്ചി. പാമ്പ്.
അയ്യോ രാജവൻ ഇനി പാമ്പ് വല്ലതും കാണുമെന്ന് ചോദിക്കാൻ വന്നതാ. കരിങ്കുരങ്ങ. രാജവൻ ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിക്കാറായിരിക്കുന്ന സമയത്താണ് പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നത്. പേടിത്തൂറന്മാരി, നമുക്ക് രക്ഷപ്പെടാം. ഞാൻ പറയുന്നതൊന്ന് കേട്ടാ മതി. ഇനിയും സൽമാനെ അറിയാലോ, ഒന്നീ പിഴച്ച മൂന്നെന്ന്. അയ്യോ, ഈ പിഴച്ചാൻ പറയണ എനിക്ക് കേക്കല്ലേടാ. പിഴയ്ക്കാതിരിക്കാനട കരടി ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പാ അവർ നമ്മളെ കൊല്ലും. എനിക്ക് വയ്യ. ഇനി എന്താ ഒരു വഴി? ഞാൻ പറയാം. മതി. അയ്യോ, ഇവള് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ശവാടൊക്കെ കഴിയും. കാല് പിടിക്കാം, പ്ലീസ് ട്രസ്റ്റ് മീ സൽമാൻ. എന്തോന്നടേ ഇയാള്? ഷൂസിനെന്തൊരു നാറ്റോ. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. പറ. തോക്കില്ലേ നിന്റെ കയ്യില്? ഉണ്ട്. എങ്കിൽ മുമ്പിൽ നടക്ക്, ഞാനുണ്ടാവും പുറകില്. വേണോ? നടക്കാം. നെഞ്ചുരിച്ചിടുന്നു. അപ്പൊ ഉണ്ട് അവന്റെ നെഞ്ച് കയറിക്കോട്ടെ. നമ്മളെന്തിനാ ആൻസപ്പ്? തോക്കെടുത്ത് തലക്ക് ചൂണ്ടിട്ട് പറയടാ ആൻസപ്പ്. അനങ്ങി പോകരുത്. ഇനി എന്ത് ചെയ്യാം? അയ്യോ, ഇനി ഇയാള് പറയുന്ന കേക്കണ്ട, അവര് പറയുന്ന കേക്ക. തോക്കങ്ങോട്. തോക്ക് ഉണ്ടയില്ല. റോൾ പൊട്ടാസ് ഇടുന്ന തോക്കാണ്. വെള്ളം ചീറ്റുന്ന ഒരു തോക്കും ഉണ്ട്, അത് വേണോ? സറണ്ടർ. അതും കൂടെ കൊടുത്തേക്ക്. വേണ്ടെന്ന്. മാഷേ, ഉമ്പടി. സൽമാ, ജോ, കള്ളി. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു വരികയായിരുന്നു എനിക്ക്. ഇല്ല, ദൈവമുണ്ട്. അല്ലായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇങ്ങനെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തില്ലായിരുന്നു. ഇന്നലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യുന്നതിനെല്ലാം ഈ പ്രപഞ്ചം എൻ്റെ കൂടെ നിൽക്കുമെന്ന്. സത്യം. ദേവയാനി, അതോ അത് തന്നെയാണോ നിന്റെ ശരിക്കുമുള്ള പേര്? ജോ, ഞാൻ എനിക്ക് ഇവര് നമ്മൾ വിചാരിച്ച പോലെ വനിതാ മാവോയിസ്റ്റുകളൊന്നും അല്ല. ഈ കാട്ടിൽ വെച്ച് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നിയത്. വെറും പാവങ്ങള്. ഇടാ ഇത് മീര മാമൻ. ദിസ് ഇസ് ശ്രദ്ധ, ദിസ് ഇസ് റൂപ. ഇത് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ദേവയാനി. ടാക്സി? And meet our friend ജോ ജോസഫ് തിരുതനത്തിൽ, സ്റ്റോക്ക് ബ്രോക്കർ ഫ്രം വാൾ സ്ട്രീറ്റ്. വേദനിക്കുന്ന ഒരു കോടീശ്വരൻ. ഒരു പാവം. ചില സമയത്ത് വേദന കൂടുമ്പോ ഞങ്ങള് വിക്സ് ഇട്ട് കൊടുക്കും, അല്ലേടാ? മിസ്റ്റർ ജോയെ എനിക്ക് എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുള്ള പോലെ. അല്ല, അതങ്ങനെ വരാം. മീരയ്ക്ക് ആളെ കൂടി ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച 10 പ്രബന്ധങ്ങളിൽ ഒന്ന് അതിവന്റെ 10 തലയായവന് താനി രാവണൻ
ശരിയായിരിക്കും. മീര ചിലപ്പോ ഇവനെ എയർപോർട്ടിൽ വെച്ചായിരിക്കും കണ്ടിരിക്കുന്നത്. ഈസ് ഓൾവേസ് ട്രാവലിംഗ് യുനോ. വലിയ കോടീശ്വരനായതുകൊണ്ട് എയർപോർട്ടിനകത്ത് വരെ വീടുണ്ട്. വീടല്ലടാ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അളിയാ, നമ്മളെ പോലെ ഇവരും കാട്ടിൽ വഴിതെറ്റി വന്നതാണ്. ഇനി എന്തുമാത്രം വഴിതെറ്റാൻ കിടക്കുന്നു. വഴി തെറ്റിയതല്ലോ, തെറ്റിച്ചതല്ലേ. പിന്നെ നമ്മുടെ ജീപ്പ് കിടന്ന സ്ഥലം എനിക്കറിയാം. അവിടെ എവിടെയെന്ന് അങ്ങോട്ട് മാറ്റിയിട്ടാ അതെപ്പോഴും ചിലപ്പം കാട്ടാനായിരിക്കും. ജോയ്ക്ക് സിംഗപ്പൂരും ജർമ്മനിയും അല്ലാതെ മറ്റെവിടൊക്കെയുണ്ട് ബിസിനസ്? ചൈന, റഷ്യ, ലിത്വാനിയ, പിന്നെ ഈ ലാൽജു സാർ ടൂറിന് പോയ എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ് ഉണ്ട്. പക്ഷെ അമേരിക്കയിൽ മാത്രമല്ല. അതെന്താ? പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഒരു പണക്കം. അപ്പൊ നേരത്തെ പറഞ്ഞ വാൾ സ്ട്രീറ്റ് അമേരിക്കയിലല്ലേ? അത് വേറെ പഞ്ചായത്ത്. അതാണ്. പക്ഷെ ഞാനവിടെ സ്ഥിരമായിട്ട് നിൽക്കാറില്ല. വന്നും പോയി. ചിലപ്പോ പോയി വന്നു ഇരിക്കും. എങ്ങനെയുണ്ട്? അതാണ് അഡ്ജസ്റ്റ്മെന്റ്. വന്നേ, പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എടാ, നീ ഒരു വലിയ ബിസിനസ്സുകാരൻ. നിനക്ക് ബിസിനസ് ചെയ്ത് മടുക്കുമ്പോ നീ ഈ ലോകത്തെ എല്ലാ കാടുകളും ചുറ്റി സഞ്ചരിക്കും. വാത്മീകിയെ പോലെ കൂടും കൂട്ടുമില്ലാത്ത ഒരു പ്രവാസിയുടെ ജീവിതം. ഇതൊക്കെ എന്നാത്തിന്? അവസാനത്തെ വഴി. ഈ മീരയുടെ അമ്മാവനാരാന്ന് എനിക്കറിഞ്ഞു. MP സേവിയർ അഗസ്റ്റിൻ. അതുകൊണ്ട് ഇവളുടെ ഒരു വാക്ക് മതി നമ്മളെ രക്ഷിക്കാൻ. പെർഫെക്റ്റ് അലീബി. അലീബി ആ കൃത്യം. അതായത് അവിടെ ബാങ്ക് റോബറി നടന്ന സമയത്ത് നമ്മൾ ഈ കാട്ടിൽ ഇവരോടൊപ്പമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്, സാക്ഷ്യം. അവളെ ഒന്ന് സോപ്പിട്ട് വീഴ്ത്തിയാൽ നമ്മൾ ഈ ഊരാ കുടിക്കുന്ന രക്ഷപ്പെടും. അതിന് സോപ്പ് പഴത്തല്ലേ? ഹലോ, എന്താ അവിടെ ഒരു ഗൂഢാലോചന? നത്തിങ്. ഞാൻ അങ്ങ് വരാം. ഞാനും വരാം. നീ വന്നേ. മാഡം, നിങ്ങൾ റിസർച്ചിന്റെ ഭാഗമായിട്ട് ബെഞ്ചാപുരയിലെ ടിബറ്റൻ കോളനിയിൽ പോകുകയെന്നല്ലേ പറഞ്ഞു? ഈ ജോയ്ക്ക് ടിബറ്റൻ ലാംഗ്വേജ് നല്ല വശമാണ്. ഹി ക്യാൻ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. ആണോ? ജോ, പ്ലീസ് പ്ലീസ് ക്യാൻ യു കം വിത്ത് us? വേറെ ജോലി തിരക്കൊന്നും ഇല്ലെങ്കിൽ. ഇവൻ എന്തൊരു ജോലി? ഒരു കോടി ലാഭം കിട്ടുന്ന ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ നമ്മളോടൊപ്പം വരും. അതാണ് നമ്മുടെ സുഹൃത്ത്. പണി പാളി. നീയെ കൂടെ എന്നെ കൊടക്കി കൊടുക്കൂ. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ്. നീ മിണ്ടാതെ വന്നേ. ആന ഇറങ്ങുന്ന സ്ഥലവാ. നിനക്ക് ആനയെ പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. എന്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആന എവിടെ? അതിനെ ഉമ്മച്ചി കത്തിച്ചു കളഞ്ഞു. എന്തിന്? തടിയിലുണ്ടാക്കിയ ആനയല്ലേ, വിറക് തീർന്നപ്പോ കത്തിച്ച്. നടന്നു കിടന്ന് നമ്മൾ ശബരിമല എത്തിയ ശരണം വിളി കേൾക്കുന്ന. അത് ശബരിമല ശരണം വിളിയൊന്നുമല്ല. ഇവിടെ അടുത്ത് എവിടെയോ ആയിരിക്കും ബഞ്ചാര പുൽമേട്. അവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. ടൂറിസ്റ്റെങ്കിൽ ടൂറിസ്റ്റ്, അവനൊക്കെ തിന്നതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് തിന്നാം. എല്ലാം തീർക്കല്ലേടാ. നല്ല കോഴിയുടെ മണം. അത് ഈ മാഷിന്റെ മണമാടാ. നീയൊക്കെ മണപ്പിച്ച് ഇങ്ങനെ നടന്നു. അതെ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ചുംബന സമരം ഒന്നുകൂടെ നടത്തണ്ടേ? नमस्ते जी, कौन है आप लोग? भाई साहब, हम इस जंगल में रास्ता गुम गया है. हमको हाईवे तक पहुंचने के लिए मदद कीजिए प्लीज. अबे इस रात को? हाँ. इस रात को वापस जाना मुमकिन नहीं है और बहुत डेंजरस भी है. आप लोग एक काम कीजिए, हमारे साथ ठहरिए यहाँ पे और कल सुबह हम साथ में जाएंगे. हम यहाँ पे ऐश पैश भी करेंगे, ठीक है? ആനയും പുലിയുള്ള കാടാണ്. ഈ രാത്രി ഇനി ഇവിടുന്ന് പോകുന്ന റിസ്ക്കാണ്. അവന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ അവന്മാരെന്തായാലും ഹൈവേയിലോട്ട് പോകുന്നത് നമ്മളെ കൊണ്ടെത്തിക്കാം. ഈ പെണ്ണുങ്ങള്, കോഴി, മദ്യം ഇവിടെ കിടക്കുന്നുള്ളൂ. വേറെ നിവൃത്തിയില്ല. ഇന്ന് എന്റെ നോമ്പ് മുറിയും. Of course, you're welcome. അടിപൊളി. ഷിംലയിലെ വിരസമായ ദിവസങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു സോങ് പാങ് എന്നു പേരുള്ള ബുദ്ധസന്യാസി. മഷോബറയിലുള്ള ബുദ്ധവിഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാമയായിരുന്നു സോങ് പാങ്. ജോലിയിലെ ടെൻഷൻ കൂടുമ്പോൾ, അമ്മച്ചിയെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെ സോങ് പാങ് ലാമ എനിക്ക് വലിയൊരു ധൈര്യവും ആശ്വാസവുമായിരുന്നു. കഥകളി സംഘത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയ ഒരു രാത്രി സോങ് പാങ് ലാമ എൻ്റെ താമസ സ്ഥലത്തേക്ക് വന്നു, മറ്റൊരു ലാമയോടൊപ്പം. സോങ് പാങ്ങിൻ്റെ മുഖത്ത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒരു ബാഗ് ഏൽപ്പിച്ചു. അതിൽ ബുദ്ധമതത്തിൻ്റെ ഒരു പ്രധാന ഗ്രന്ഥമുണ്ടെന്നും അതെത്രയും പെട്ടെന്ന് കർണാടകത്തിലുള്ള ഒരു മണാസ്ട്രിയിൽ എത്തിക്കണമെന്നും ആ മതഗ്രന്ഥം ഷിംലയിൽ സേഫ് അല്ല എന്നും പറഞ്ഞു. എന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് അത് ഏൽപ്പിക്കുന്നതെന്നും ഒരു കാരണവശാലും അത് കർണാടകത്തിലെത്തുന്നവരെ തുറക്കരുതെന്നും പറഞ്ഞു. അതവിടെ സുരക്ഷിതമായി എത്തിക്കുന്നതിലെ പുണ്യം പിന്നീട് എന്നെ തേടി വരുമെന്നും അനുഗ്രഹിച്ച്
തിടുക്കത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോയി. ഇന്നൊരു യാത്രയുണ്ട് കർണാടകയ്ക്ക്. നമ്മുടെ ലാമയില്ലേ, അദ്ദേഹത്തിന്റെ അത്യാവശ്യം. തന്നെ വിളിച്ച് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചാൽ കയ്യിലൊരു മൊബൈൽ പോലും ഇല്ലല്ലോ. വെല്ലച്ചനെ വിളിച്ചാൽ പിന്നെ 100 ചോദ്യമായിരിക്കും. ഓ, അപ്പൊ അതുകൊണ്ടാണ് ഇതുവഴി വന്നത്? അല്ല, പോകുന്നതിന് മുന്നേ തന്നെ നേരിട്ട് കാണണമെന്ന് തോന്നി. അപ്പൊ അത് സമ്മതിച്ചു തരാൻ ഈഗോ സമ്മതിക്കുന്നില്ല. ഒരു ഈഗോ ഇല്ല തമ്പുരാട്ടെ. താൻ നാട്ടിലെ നമ്പറിങ് തന്നെ. എന്തായാലും തന്നെ ഒരു ദിവസം തെരഞ്ഞു വരേണ്ടതല്ലേ? ഉറപ്പല്ലേ? നമ്പർ 04 9. ഓ സോറി. ആ പറയടേ. നീ അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ എന്തു പറ്റി ജോ? അത് ഞാൻ വന്നിട്ട് പറയാം. ദേവു, നീ ബാഗ് ഒന്ന് വെക്കോ, ഞാൻ വരുമ്പോ എടുത്തോളാം. തലേനാൾ സോങ് പാങ്ങിനോടൊപ്പം എന്നെ കാണാമെന്ന് ലാമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഒരു ധ്യാനത്തിലെന്നതുപോലെ ആ മഞ്ഞിൽ സോങ് പാങ് ലാമ മരിച്ചു മരവിച്ചു കിടന്നു. ഷിംലയിൽ എനിക്കുണ്ടായിരുന്ന ഏക സുഹൃത്ത്, ആശ്വാസം, അഭയം. വിശ്വസിക്കാനായില്ല. നേരം ഇരുണ്ടപ്പോൾ സോങ് പാങ് എന്നെ ഏൽപ്പിച്ച ബാഗ് തിരികെ വാങ്ങാൻ ഞാൻ ദേവയാനിയുടെ താമസസ്ഥലത്ത് ചെന്നു. എന്താ ഈ നേരത്ത്? ഞാൻ ദേവയാനിയെ. ദേവയാനിയോ? അവള് പോയല്ലോ. പോയോ? എവിടെ? അപ്പോ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അവളപ്പോ നിങ്ങളെയും പറ്റിച്ചു അല്ലേ? പറ്റിക്കാനോ? അത്യാവശ്യമാണ്. ഞാൻ പെട്ടെന്ന് പോകാന്നൊക്കെ പറഞ്ഞ് മുങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നി അവക്ക് ഇവിടെ എവിടുന്നോ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടെന്ന്. സർ, ഞാൻ നിങ്ങളുടെ ഒപ്പം വന്ന ദേവയാനിയെ കുറിച്ചാണ് ചോദിച്ചത്. അതേ കുഞ്ഞേ, ആ ദേവയാനി തന്നെ. അവളൊരു കള്ളിയാ. കാര്യം അവൾ എൻ്റെ അകന്ന ബന്ധുവാ. അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു. സുഖമില്ലാത്ത അമ്മൂമ്മയും സഹോദരിയെയും സംരക്ഷിക്കാനുള്ള കഷ്ടപ്പാട് കണ്ടിട്ടാ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൂടെ കൂട്ടുന്നത്. പക്ഷെ പറയണമല്ലോ, എനിക്കിങ്ങനെ വരുമ്പോഴൊക്കെ വലിയ സഹായമാണ്. പക്ഷേ ഇടയ്ക്ക് ഇതാ സ്വഭാവം. നിങ്ങൾ അവളുമായിട്ട് അടുത്തിടപഴകുന്ന കണ്ടപ്പോഴേ വിലക്കണമെന്ന് കരുതിയില്ല. പിന്നെ ഞാനങ്ങ് കാശ് വല്ലതും പോയായിരുന്നു. അവളുടെ വീട്, ഫോൺ നമ്പറോ മറ്റോ? തട്ടിപ്പാർക്ക് നാടും വീടും വല്ലതും ഉണ്ടോ? ഫോൺ നമ്പർ എന്നും പറഞ്ഞ് എത്ര നമ്പർ വേണമെങ്കിലും തരാം. പക്ഷെ ഒന്നിലും അവളെ കിട്ടത്തില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ വേണേ പോലീസിലൊരു പരാതി കൊടുക്കുക. വൈകുന്നേരം 4:30 സിംല ഡൽഹി ബസ്സിലാ അവൾ ഇവിടുന്ന് പോയിരിക്കുന്നത്. എനിക്കിത്രയൊക്കെ അറിയത്തുള്ളൂ. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചു പുലർത്തി.
ഷിംല ദില്ലി ബസ്സിലാണ് അവൾ പോയതെന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. എന്നെ വിശ്വസിപ്പിച്ചേൽപ്പിച്ച ആ മതഗ്രന്ഥം നഷ്ടപ്പെട്ടതിലാണോ, ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടി ചതിച്ചതിലാണോ ഞാൻ തകർന്നു പോയത് എന്നെനിക്കറിയില്ല. ഞാൻ അറിയാതെയാണെങ്കിലും ആ ബുദ്ധസന്യാസിക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്ന് തോന്നൽ. പിന്നെ എനിക്ക് ഷിംലയിൽ നിൽക്കാനായില്ല. ഞാൻ അവിടെ വിട്ടു. പക്ഷെ പിന്നീട് ജീവിതത്തിൽ വന്നതെല്ലാം ദുരന്തങ്ങളായിരുന്നു. അതിന് ഇതിനു മാത്രം എന്തു ദുരന്തങ്ങളാ നിനക്കുള്ളത്? നിങ്ങളെക്കാൾ ഇനി എന്തു ദുരന്തം വരാൻ. ഇവൻ ഷിംലയിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസമല്ലേ സാറ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചിറങ്ങിയത്. ഡാജോ, നീ ഇനി എന്നൊക്കെ പറഞ്ഞാലും അവളോടൊപ്പം, അതിനി എങ്ങോട്ടാണേലും എന്ത് കാര്യത്തിനാണേലും ഞാനില്ല. അവളോടൊപ്പം ഡുവേറ്റ് പാടി പ്രേമിക്കാനൊന്നും അല്ലല്ലോ നിന്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ആ മീരാമമ്മന്റെ കൈയും കാലും പിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാനാ. എനിക്ക് ഒരുത്തരം കൈയും കാലും പിടിക്കാൻ പറ്റൂല. ഡാജോ, എന്റെ ഇവന്റെയും വീട്ടിലെ പട്ടിണിയും പരിവട്ടവും ഒക്കെ വിട്ടേക്ക്, ഇങ്ങേരുടെ കാര്യവും വിട്ടേക്ക്. പക്ഷെ നിന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടു ശീലിച്ച ഒരു അമ്മച്ചിയുണ്ട് നിനക്ക്. നിന്റെ വീടിന്റെ ജപ്തിയും കഴിഞ്ഞ് അവര് തെരുവിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോ നിന്നെ ജയിലിൽ വന്ന് കാണാനുള്ള വണ്ടിക്കൂലി പോലും അവരുടെ കയ്യിലുണ്ടാവില്ല. എന്നോ പറ്റിച്ചു പോയ ഒരു പെണ്ണിനോടുള്ള വൈരാഗ്യമാണ് നിനക്ക് അതിനേക്കാൾ വലുതെങ്കിൽ നമുക്കിവിടെ തന്നെ ഇരിക്കടാ, പച്ചിലെന്തെന്ന് പോലീസ് വരുന്നവരെ. വാടാ. മീര, നമ്മളെന്താ ഇവിടെ ഈ ഹോട്ടലില്? ഞാൻ അങ്കിളിനെ വിളിച്ചു പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ റൂം ബുക്ക് ചെയ്തു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഇവിടുത്തെ മൊണസ്ട്രികൾ കാണാൻ പോ. ഈ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തെന്ന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഇവിടെ താജിൽ റൂം ബുക്ക് ചെയ്തതല്ലേ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ റൂം ക്യാൻസൽ ചെയ്തല്ലോ. ഇതിപ്പോ ഫുൾ ക്യാഷും അടക്കുകയും ചെയ്ത്. അതിനിവിടെ താജ് ഹോട്ടൽ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. അതെന്ത്? ഇവൻ ബാംഗ്ലൂർ താജിന്റെ കാര്യമാണ് പറയുന്നത്. എടാ, ബഞ്ചാപുരാ, അത് ബാംഗ്ലൂർ. കൺഫ്യൂസ്ഡ് ആയി. നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ പോവാമേ. ബാംഗ്ലൂരാണ്. ഹലോ മലയാളീസ്, ഇതാര്? ഐ മൊയ്തീൻ, 30 years experience, travel field. Welcome to Banjapura, nice to meet you. മലയാളം പോരെ മൊയ്തീനക്കാ? അതോ ദേവൂട്ടി, ഇതെപ്പ ഇറങ്ങി ജയിലിന്ന്? Don't mistake me, boys. ചെറിയൊരു കഞ്ചാവ് കേസ്, 1 year prison. Now no case, only tourism. പുള്ളിക്കാരിയുടെ കമ്പനിക്കാര് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, മൊയ്തീനൊക്കെ ഞങ്ങളുടെ വീടിനടുത്തുള്ളതാ. കഞ്ചാവിനെ കല്യാണം കഴിച്ച മൊയ്തീന നാട്ടിൽ പറയാ. പക്ഷെ ഉപദ്രവം ഒന്നുമില്ല കേട്ടോ. താങ്ക് യു മോളെ. അപ്പോൾ ബഞ്ചാപുരയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ജസ്റ്റ് കോൾ മൊയ്തീൻ, ഓക്കെ? അല്ല, ആ സാറിനെ ഞാൻ എവിടെയോ അല്ല കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അതായിരുന്നു ഇവൻ. ശരി മൊയ്തീൻ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ സിസ്റ്റർ, മൈ കാർഡ് ദിസ്, എനി ടൈം കോൾ, ഓക്കെ? ഓക്കെ ശരി മൊയ്തീൻ.
അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് തിരയുന്നുണ്ടോ മീര? എല്ലാ പെയിന്റിങ്സും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. 5 ടിബറ്റൻസ്, അതാണ് ഞാൻ അന്വേഷിക്കുന്ന പെയിന്റിങ്ങിന്റെ പേര്. 70s ടിബറ്റൻ കലാപത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ആ പെയിന്റിംഗ് ഇവിടെ ബഞ്ചാപുരിയിലെ ഏതോ ഒരു ബുദ്ധക്ഷേത്രത്തിലുണ്ട് എന്ന് ഗവേഷകർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇവിടുത്തെ കർശനമായ നിയമങ്ങൾ കാരണം പെയിന്റിംഗ് ഉള്ള പ്രാർത്ഥനാ മുറികളിൽ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അതിവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മൊണാസ്ട്രിയിലെ മേലധികാരികളാകട്ടെ ഗവേഷകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. 5 ടിബറ്റൻസ്, അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് കിട്ടിയ എന്റെ ഈ റിസർച്ച് അത് ഇന്ത്യയിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ മൊണാസ്ട്രിയിൽ ഉണ്ടല്ലോ, നമുക്ക് അവിടെ തപ്പാം. ഇവരുടെ ചെലവിൽ ഇന്ത്യ മുഴുവൻ കറങ്ങാടാ, പോലീസും പിടിക്കില്ല. എന്നെ കൊണ്ട് തള്ളിച്ച കാറും ഡ്രൈവർ കൊച്ചുമല്ലേ അത്. ഹലോ, നിങ്ങൾ ഇവിടെ എത്തിയോ? ഇപ്പൊ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല സർ. എല്ലാരും ഇവിടെ തന്നെയാണോ താമസം? അതെ സർ. നമ്മുടെ മീരാമാമനും 102 ഇപ്പൊ റൂമിൽ കാണൂ. ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയിരിക്കുക, കുറച്ച് കഴിയുമ്പോ വരും. ഓ ഓക്കെ, ഞാൻ കണ്ടോളാം. ശരി. നിങ്ങളെ കണ്ടാ വിടത്തില്ല അല്ലേ? 5 അടിച്ചോണ്ട് നിൽക്കാതെ ഒന്ന് വേഗം വാ സാറേ. ഇങ്ങനെ പോയാൽ അവന്മാർ ഇന്ത്യ വിടും. ചവിട്ടിക്കൂട്ടി എണ്ണപ്പാത്തി കിടത്തും. നിന്റെയൊക്കെ കള്ളപ്പെടുന്നതിന്റെ കഥ ആർക്കും അറിയത്തില്ലെന്നാണോ? അവന്മാരെ ഒന്നെ കയ്യിലോട്ട് കിട്ടിക്കോട്ടെ, എല്ലാത്തോടെ ഉരുക്കെടുക്കും ഞാൻ. അവന്മാരെ ഒന്ന് കിട്ടുന്നതിന്റെ 10% 20% കമ്മീഷൻ വന്നേക്കാം. ഞാൻ എന്തും ക്ഷമിക്കും. പക്ഷേ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒഴിച്ച് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പോയി സാറന്മാർക്ക് വിശ്രമിക്കാനുള്ള റൂമൊക്കെ റെഡിയാക്ക്. എന്താ സാർ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ, ഞാൻ പറയാം. നടരാജ് സാർ, കുട്ടി വരൂ. ദേ, ഇപ്പൊ പോയ നമ്പ്യാന്മാരുടെ ബാങ്ക് കൊള്ളയടിച്ച ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സംഘമുണ്ട്. അവരെ പിടിക്കാൻ ഇറങ്ങിയതാ. അവന്മാരിവിടെ ബെഞ്ചാപുരയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കുട്ടി യവന്മാരെ എവിടെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇവരെ അറിയോ? കമോൺ, അറിയാമോ? അറിയാം സർ. യെസ്. എവിടെ എവിടെയുണ്ട് ഇവര്? സർ, കുറച്ചു മുന്നേ ഇവര് സുന്ദിക്കോപ്പയിലേക്കുള്ള വഴി ചോദിച്ചു ഇവിടെ വന്നിരുന്നു. ധൃതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നതും കണ്ടു. സുന്ദിക്കോപ്പേ? ഇവിടുത്തെ സന്യാസിമാരൊക്കെ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമാണ് സുന്ദിക്കോപ്പ. ദീക്ഷ സ്വീകരിക്കുന്ന സ്ഥലം. യെസ്. മൊട്ടയടിച്ച് വേഷപ്രച്ഛന്നരാവാനാണ് അവരുടെ പരിപാടി. Come on boys, let us dash. എന്നാ ഓടിച്ചോണ്ടോടുവാ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ആ നമ്പ്യാരുടെ ബാങ്ക് മോഷ്ടിച്ചോണ്ട് ഓടുന്ന ഓട്ടോ. എന്താ കൂടുന്നോ? ഇന്നലെ മുതൽ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കള്ളിന്ന് വിളിക്കുന്നത്? അതിന് സ്വന്തം കള്ളത്തരം മറയ്ക്കാനാണോ ഇതൊക്കെ? ഇന്ന് സെപ്റ്റംബർ 21. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചു തുടങ്ങിയ ആദ്യത്തെ പെൺകുട്ടി എന്നെയും ചതിച്ചിട്ട് ഓടിപ്പോയത്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ദുരന്തങ്ങൾ. നീ ഇപ്പോൾ പറഞ്ഞ ആ ബാങ്ക് കൊള്ള വരെ. സെപ്റ്റംബർ 21
എനിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഹലോ, അതെ. എപ്പോ? എങ്ങനെ? ഉണ്ട്, കൊടുക്കാം. ശരി, അങ്ങനെ പറയാം. മോളെ, എന്താ വിളിച്ച? ഒന്നിങ്ങനെ ഇപ്പൊ വരാട്ടോ. എന്തേ? വീട്ടീന്നാ. വീട്ടീന്നോ? ഹലോ, ആ ദേവുവാ. മോളെ, മോളുടെ അച്ഛന് നല്ല സുഖമില്ല, പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളെല്ലാം ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. മോളൊരു കാര്യം, പെട്ടെന്ന് അച്ഛന് അസുഖം കൂടുതലായി എന്നാണ് ബാലമാമ പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ഇനി ഞങ്ങളോടൊപ്പം അച്ഛനില്ല എന്ന്. അച്ഛൻ മരിച്ചുപോയി എന്ന സത്യത്തോട് പൊരുത്തപ്പെടാൻ എനിക്കായില്ല. വില്യച്ഛൻ്റെ ഫോണിൽ നിന്നും ജോയെ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, കിട്ടിയില്ല. ഒടുവിൽ ട്രാവൽ ഏജൻസിയിലെ ജോ എന്നെ ഏൽപ്പിച്ച ബാഗായത്. ജോ വരുമ്പോൾ വില്യച്ഛനൊന്ന് കൊടുക്കണം. ശരി, എൻ്റെ വീട്ടിലെ നമ്പർ ഒന്ന് കൊടുക്കണം. അതൊക്കെ വലിയ വേണ്ടതുപോലെ ചെയ്തോളാം. മോള് വേഗം പോകാൻ നോക്ക്. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ്റെ മരണം, അതോടെ ഒരു കുടുംബം മുഴുവൻ നോക്കേണ്ട ബാധ്യത എന്നിലേക്കായി. ജോ എന്നെ ഏൽപ്പിച്ച ബാഗ് തിരികെ തന്നു എന്നാണ് വെല്ലിച്ചൻ എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ വീട്ടിലെ നമ്പറും മേൽവിലാസവും. ജോ വിളിക്കാതെ ആയപ്പോൾ ഞാൻ കരുതി മറന്നു, അല്ലെങ്കിൽ ഒഴിവാക്കി. പിന്നെ മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം എനിക്കുണ്ടായില്ല. വീട്, അച്ഛമ്മ, അനിയത്തി, അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ, അത് മാത്രമായി എൻ്റെ ജീവിതം. എന്നെ ചതിച്ച് നീയായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പലവട്ടം. ഇതിപ്പോൾ എല്ലാവരും നിമിത്തം പോലെ തോന്നുന്നു. അന്യൻ്റെ ഒരു രൂപ പോലും ആഗ്രഹിക്കാത്ത ഞങ്ങൾ ഒരു ബാങ്ക് കൊള്ള ചെയ്യാനും കാട്ടിൽ വഴിതെറ്റി നിന്നെ കാണാനും പിന്നെ വീണ്ടും ഇങ്ങനെ ബുദ്ധസന്യാസിമാർക്കിടയിലെത്താനും എല്ലാം ഒരു ജോ, നിങ്ങളെ തിരക്കി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ആ നമ്പ്യാർമാരും. അവര് നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തൽക്കാലം ഞാൻ അവരെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷം അവർ തിരികെ എത്താം. ഞങ്ങൾ വിചാരിച്ച പോലെ 5 ടിബറ്റൻസ് എന്ന പെയിന്റിംഗ് ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയിലും ഇല്ല. പിന്നെ നമ്മളോട് ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ടോ? ഞാൻ പാക്ക് ചെയ്തിട്ടല്ല, പെട്ടെന്ന് പെട്ടിയെടുക്കും. അല്ല, ഇത് സോങ് പാങ് ലാമ, ഡൽഹിയിലുള്ള എൻ്റെ പ്രൊഫസർ അയച്ചെന്ന മെയിലാണിത്. ഈ ലാമയുടെ കയ്യിലായിരുന്നു 5 ടിബറ്റൻസ് എന്ന പെയിന്റിംഗ് അവസാനമായി എത്തപ്പെട്ടത്. ഈ ലാമ 3 വർഷം മുൻപ് കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പരിക്കേറ്റ ഒരു സന്യാസി കോമയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കൈമാറിയ വിവരങ്ങളാണ് ഈ മെയിലിലുള്ളത്.
ആർട്ട് കലണ്ടറിലൊന്നും ഈ പെയിന്റിങ്ങിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടേയില്ല. ടിബറ്റൻ കലാപ സമയത്ത് അമൂല്യ രത്നങ്ങൾ കടത്താൻ ഉപയോഗിച്ച ഒരു മറ മാത്രമായിരുന്നു ഈ പെയിന്റിംഗ്. ഇന്ന് ചൈനീസ് സർക്കാരിന് അവകാശപ്പെട്ടതാണ് ആ രത്നങ്ങൾ. അതിന്റെ വിലയാകട്ടെ ഏകദേശം 300 കോടി രൂപ. അത് കണ്ടെത്തി തിരിച്ചു നൽകുന്ന ആളിന് അതിന്റെ 10% പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനീസ് സർക്കാർ. അതായത് 30 കോടി രൂപ. എന്താടാ പറയാടാ വാ. ദേവു, അന്ന് ഷിംലയിൽ നിന്റെ ഒപ്പം വന്ന വെല്ലിച്ചൻ അയാളിപ്പോ വീട്ടിലുണ്ടാവും. അച്ഛൻ മരിച്ച പിന്നെ ഞങ്ങള് കാശ് ചോദിക്കുന്ന വിചാരിച്ചിട്ട് വിളിക്കാറൊന്നുമില്ല. എവിടെ അയാളുടെ വീട്? കൂട്ടുപുഴ. കൂട്ടുപുഴ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. കാര്യം എന്താ? ഞാൻ പറയാം, വാ വാ. എന്താണ് കാര്യം? പറയാം വാ. കാര്യം എന്താ? പറയാം വാ. പറയാം. ആരുല്ലേ? എങ്ങനെയാ അവന്മാരെ കണ്ടുപിടിച്ചേ പറ്റൂ. ആ നമ്പർ തന്നെ അവന്റെ ജീപ്പ് കണ്ണിപ്പെടുന്നതിന് മുമ്പ് വാ. എടാ, ആ നമ്പ്യാരന്മാർ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെ ആ ജീപ്പ് എടുക്കും? അല്ല, എന്റെ വണ്ടി പോവാ. ആ വണ്ടിയില്ല. പോണ്ടേ? വാ. ഇയാളെങ്ങനെ ഇതിനകത്ത്? മൊയ്തീനിക്ക എന്താ? മോളെ, പുറത്ത് ഭയങ്കര വെയിലിന്റെ ചൂട്, ക്ഷീണം തോന്നിയപ്പോ കുറച്ചു നേരം ഇതിനകത്ത് കയറി ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നീട് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഇത് തുറക്കണമില്ല, അതുകൊണ്ട് മയങ്ങിപ്പോയി. സോറി മോളെ. അയ്യോ വേണ്ട. ഇവിടെ ഒരു തുണി കിടക്കുന്നു. മൂക്കിലെ രോമം കരിഞ്ഞു. ആ വെറുതെ അല്ല, ഈ ചീഞ്ഞ പുതപ്പ് ആരാണ്? അയാളുടെ ആയിരിക്കും. ചവിട്ടിപ്പോവാനത് സൈക്കിളല്ല, കാറാ. കാറ് കാളവണ്ടി ഇരിക്കുന്ന സുഖവും ഹെലികോപ്റ്ററിന്റെ ഒച്ച. ഒന്ന് മിണ്ടാണ്ടിരിക്കോ? ഞാൻ സംസാരിക്കുന്നതൊന്നും അല്ല, അത് എഞ്ചിന്റെ ശബ്ദമാണ്. ഉസ്മാൻ, कहाँ है तू? I'll be there in 5 minutes. ജോ ജോസഫ് തിരുത്താനത്തിൽ. हमें इस आदमी को ढूंढना होगा. जिस पेंटिंग का हमें तलाश है वो इसके पास है. ये साला हमारा भी बाप निकला. इसने लामास को धोखा दिया और शिमला में जाके पेंटिंग को चुरा लिया. साला उनका ट्रैवल एजेंट बना हुआ था. मैंने पता किया, इसका घर वायनाड में है. तो फिर हमें वायनाड निकलना चाहिए. लेट्स गो सर. സാർ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഹോട്ടൽ സാർ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഓൾ സർവീസസ്. വെരി ഗുഡ് മസാജ്. കേരള ഒഴിച്ചിൽ തടവ് മസാജ്. പീറ്റർ, ഇയാളെ ഒന്ന് പറഞ്ഞുവിട്. ഇതെന്താ മലയാളീസിന്റെ ലോറി മറിഞ്ഞു? ഇന്ന് മൊത്തം നമ്മുടെ ടീംസ് ആണല്ലോ സാർ. കോളേക്കകത്ത് നല്ല 5 സ്റ്റാർ ഹോട്ടലുണ്ട്. സാറിനെ കണ്ടിട്ടൊരു 5 സ്റ്റാർ ലുക്കും ഉണ്ട്. നിങ്ങൾക്ക് വെളിയിലൊരു കച്ചറ ലോഡ്ജ് അറേഞ്ച് ചെയ്ത് തരാം. ഒന്നും വേണ്ട, ഇയാളൊന്ന് പോയേ. അങ്ങനെ പറയല്ലേ സാറേ. क्या बोल रहे साला? സാറേ, ए चल चल यहाँ से चल. बोला तेरे को, चल फूक यहाँ से, चल निकल. ഈ ഫോട്ടോയിൽ കാണുന്ന സാറിന്റെ ഫ്രണ്ട്സ് ആണോ സാറേ? സാറ് അറിയോ ഇയാളെ? അറിയുമെന്നോ? അതെന്നാ ചോദ്യമോ സാറേ? ഞാനല്ല എല്ലാ സെറ്റപ്പും ഇവർക്ക് ഇവിടെ ചെയ്തു കൊടുത്തു. ഇവർക്കോ? ഇവരൊരു വലിയ ഗ്രൂപ്പല്ലേ. ഇന്ന് വന്ന് ലാൻഡ് ചെയ്ത് തന്നെ ഈ മൊയ്തീൻ്റെ ഈ കയ്യിലോട്ടാ. എന്താ സാറേ പ്രശ്നം? ഈ സാറ് വല്ല കുഴപ്പക്കാരനോ മറ്റാണോ? പറയാം, താൻ ഇവനെ ഒന്ന് കാണിച്ചതാ. ചുമ്മാ അങ്ങ് കാണിച്ചു തരാൻ പറ്റുമോ സാറേ? അതിനൊക്കെ കുറച്ച് നടപടിക്രമങ്ങളില്ലേ? ഒക്കെ ശരിയാക്കാം മൊയ്തീനെ, താനൊന്ന് സഹകരിക്കേ. ഓക്കെ, സഹകരിക്കാം. നിങ്ങളെ ഇപ്പോഴേ ബ്രാക്ക് ഔട്ടിക്കും. അയ്യോ, ഹലോ, തുറക്ക്. സ്ഥലം എത്തിയോ? നോക്ക് നോക്ക് നോക്ക്. നാട്ടുകാരും ഇല്ലല്ലോ ഇതൊന്ന് വെട്ടിപ്പൊളിക്കാൻ. വെട്ടിപ്പൊളിക്കാൻ ഇതെന്താ ചക്കേ? ഇതെന്ത് തുറക്കൂലേ? ചില സമയത്ത് അത് അങ്ങനെയാ. അതേത് സമയം? നമുക്ക് എപ്പോഴും നല്ല സമയം. എന്റെ പെങ്ങളെ വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്ന് തള്ളണ്ട. എന്താടാ കാട്ടുപന്നിയുടെ മൂട്? ഈ വണ്ടി തന്നെ പ്രസിഡന്റ് കയറിയത്. എന്താ എത്ര സംശയം? അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോഴെങ്ങാനും എടുത്ത് കയറ്റിയതായിരിക്കാം. നോക്കി വീഴൂ സൽമാൻ.
ഇതൊന്ന് തുറന്നു. ഇതെന്തോന്നും ബി നില വരെ തുറക്കാനും പറ്റുന്നില്ല. മെല്ലനൊന്ന് തട്ടിയാ മതി. ചവിട്ടല്ലേ? അയ്യോ, കമ്പനിന്ന് ഇപ്പൊ ഇറക്കിയ കാറല്ലേ, ചവിട്ടിയാ തേഞ്ഞു. ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത് ബാക്ക് ബോൺ ട്വിസ്റ്റ് ചെയ്ത് ഹെഡ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആൻഡ് ഇതെന്താ ഊഞ്ഞാല് അങ്ങോട്ടല്ല എങ്ങോട്ടാണെന്നുള്ള പറ. ഇതെന്താ തടി ഇറക്കണ? ഇതൊക്കെ എനിക്ക് ഇനി ആവശ്യമുള്ള. ഇവനെയൊക്കെ വല്ല ലോറിയിൽ കൊണ്ടുവന്നാ പോരെ. അടയ്ക്കരുത്, തിരിച്ചു പോവാനുള്ളതാ. ഡോറ് തുറന്ന് തന്നെ കിടക്കട്ടെ. മൂട് ആകെ കേട്ടില്ലാത്തൊരു ഭാഗമായിരുന്നു, അതും അടയ്ക്കരുത് മക്കളെ. ഇതാരുടെ ഭാര്യയല്ലേ? ഇവിടെ കിടക്ക. എന്താ എന്താ ഈ നേരത്ത്? ഞാൻ ദേവയാനിയെ അവൾ പോയല്ലോ. അവളൊരു കള്ളിയാ. ഫോൺ നമ്പർ പറ്റുമോ? ഫോൺ നമ്പർ എന്നും പറഞ്ഞ് എത്ര നമ്പർ വേണമെങ്കിലും തരാം, പക്ഷെ ഒന്നിലും അവളെ കിട്ടത്തില്ല എന്ന് ഉറപ്പാ. മോളെ, നിന്നോട് ചെയ്ത തെറ്റ്, ആ ബാഗിനുള്ളിൽ കണ്ട നോട്ടുകെട്ടുകളോട് തോന്നിയ മോഹം, അതാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ആ കാശുമായി തിരിച്ചെത്തിയ പിറ്റേന്ന് വീണതാണ് ഞാൻ. ഈശ്വരന്റെ ശിക്ഷ. അത് തിരിച്ചു ചോദിക്കാനാണ് സാറ് വന്നതെങ്കിൽ ഇവിടെ പോ. അയ്യോ, ഞങ്ങൾക്കതൊന്നും വേണ്ട. ആ ബാഗിൽ മറ്റെന്തെങ്കിലും കുറെ പഴയ പത്രക്കെട്ടുകളും അതിനിടയിൽ ആ കാശും, വേറൊന്നും. ഉള്ള പ്രതീക്ഷയും പോയി. എന്റെ ജീവിതം നശിപ്പിച്ച ആ ബാഗ് ഇവള് പിന്നീട് എപ്പോഴോ കത്തിച്ചു കളയുകയും ചെയ്തു. പിന്നെ അതിനകത്ത് പഴയ ഒരു ടിബറ്റൻ കമ്പിളി ഉണ്ടായിരുന്നു. മൈസൂരിൽ നിന്ന് സിദ്ധവൈദ്യൻ്റെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നമ്മുടെ കഞ്ചാവ് മൊയ്തീന് കാശ് കൊടുക്കാൻ പറ്റാഞ്ഞപ്പോൾ അവൻ അത് എടുത്തോണ്ട് പോയി. പിന്നെ അതും ചുറ്റി അവൻ്റെ നടപ്പ്. എനിക്കറിയാവോ ഇതാണ് അതെന്ന്. കടിക്കരുത്. ശരി സർ, താങ്ക്സ്. തൃപ്തിയായല്ലോ. ഞങ്ങള് പോയിട്ട് അയ്യോ, ഈ സൈഡ് സീറ്റ് എന്റെയാണ്. ഹലോ മാഡം. ദേവു, ജോ ഉണ്ടോ അടുത്ത്? ആ ഉണ്ട്. ഇനി അകത്തോട്ട് തള്ളു.
എല്ലാ കണ്ടെയ്നറിലെങ്ങാനും കയറ്റി വിടേണ്ടതിന് തള്ളാൻ മാത്രമേ പറഞ്ഞോളൂ. ഹലോ ജോ, ഐ മീൻ ട്രബിൾ. എന്തോ ഇവിടെ റൂം സർവീസിന് വന്ന ഒരു ടിബറ്റൻ പയ്യൻ എൻ്റെ ലാപ്ടോപ്പിലെ 5 ടിബറ്റൻസിന്റെ ഫോട്ടോ കണ്ട് കുറച്ച് ലാമമാരെയും വിളിച്ച് റൂമിലെത്തി. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ലാംഗ്വേജ്. ഞങ്ങളെ 3 പേരെയും റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുക. പ്ലീസ് കം ഫാസ്റ്റ് ജോ, പ്ലീസ്. ഒന്നുമില്ല മീര, അവരോട് എന്തെങ്കിലും പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ അതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുക. പ്ലീസ്, ഞങ്ങൾ എത്തിക്കോളാം. എന്താടാ ആ മീര മാമനെ കുറെ ടിബറ്റൻകാരായിരുന്നു റൂം പോട്ടിട്ടിരിക്കുക. അവരോട് കിടക്കട്ടെ, നിങ്ങൾ കയറും. ഈ ഫോൺ ഓഫ് ആക്കി വെച്ചാൽ. ഈ ഫോൺ ഓഫാക്കാനും പോണില്ല, ഈ വണ്ടി ഇവിടുന്ന് നീങ്ങാനും പോണില്ല. എന്നുവെച്ചാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച് ആ പെയിന്റിങ്ങിന്റെ പിന്നാലെ പായാനൊന്നും എന്നെ കിട്ടൂല. ഈ എന്തോന്നു ദേവു 30 കോടിയാണോ ആ മീര മാമനാണോ വലുത്? രണ്ടും. അവരെ പോലെ ഇവിടുത്തെ സർക്കാരിൽ പിടിപാടുള്ള ഒരാളെ വെറുപ്പിച്ചിട്ട് ആ 30 കോടി ചൈനീസ് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോ, അവരെ വിളിക്ക്. നമ്മൾ വരുന്നു പറ. വിളിക്കേ. സമ്മതിക്കില്ല. ഇത് കാറാന്ന് ആരും പറയില്ല, വല്ല കഴുകനെന്നോ പരുന്തെന്നേ വിചാരിക്കും. പെങ്ങളെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടു. ഞാൻ ചവിട്ടുന്നുണ്ട്, നിൽക്കണ്ടേ? അതെ, നിങ്ങളെ കഞ്ചാവ് എങ്ങനെ തുറക്കും? ഞങ്ങൾ കഞ്ചാവ് മൊയ്തീനെ കൊണ്ട് വരും. നീ വന്നേ, നമുക്ക് മീര നോക്കാം. മീര, മീര മാഡം. മീര ഇതെവിടെ പോയി? ഇതൊന്ന് വിളിച്ചിരുന്ന് പഠിപ്പിക്കണം. മാഡം, इस बार बहुत बर्फ पड़ने वाली है। तो मैं दूंगा तुझे साले। धोखा दिया साले, तुम्हें मालूम नहीं कौन जान से मारूंगा। धोखा दिया। जाओ। क्या? Come here, come here। क्या हुआ? जानते हो उसको? जानता हूँ, जानता हूँ। वो बहुत खतरनाक आदमी है। कल अगर मैं मारा गया तो उसकी वजह वो होगा। क्यों मारेगा आपको? अभी नहीं बता सकता, बताऊंगा ठीक समय आने पर। जो जोसेफ, tell me where's the painting? बताओ, वो पेंटिंग कहाँ है? ഇവിടെ അയാളുടെ ഇരിക്കുന്ന കമ്പിളി ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാണെന്നല്ലേ പറയുന്നത്? കമ്പിളിയല്ല, പെയിന്റിംഗ്. ഏത് സാധനം ആയാലും ഈ ചൈനയിൽ നിന്നായതുകൊണ്ടാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. അതെന്ത്? ഇവിടെ ഏതെടുത്താലും 69 രൂപയല്ലേ ചൈന സാധനങ്ങൾക്ക്? അത് വീട്ടിലെ സാധനങ്ങൾക്ക്. ഇത് 300 കോടി രൂപ വിലമതിക്കുന്ന പഴയൊരു പെയിന്റിംഗ് ആണ്. പഴയതിനൊക്കെ നല്ല വില കിട്ടുമെങ്കിൽ വീട്ടിലൊരു ഉമ്മുമ്മ ഉണ്ടായിരുന്നു, അതിനെ കൊടുക്കായിരുന്നു. അതിനെ കൊടുത്ത കപ്പലണ്ടി അല്ലേ കിട്ടൂ. അതെങ്കിലും തിന്നാലോ.
ഇത് അവരല്ലേ? നീ വന്ന. അതെ, നിങ്ങളെങ്ങനെ ഇവിടെ? എന്തുപറ്റി? നിങ്ങളെയൊക്കെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണല്ലോ മീരാമാമൻ വിളിച്ചു പറഞ്ഞത്. റൂമിൽ പൂട്ടിയിട്ടിരിക്കേ? ആര്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മീര മാഡം കണ്ടതാണല്ലോ. എടാ, ഇതിലെന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം എടുത്തേ വന്നേ. എന്താ കാര്യം? പറയാം, വാ. मैं तुम्हें मारना नहीं चाहता. वो पेंटिंग मेरे हवाले कर दो और मैं यहाँ से चला जाऊंगा. वरना എന്റെ സാറേ, എനിക്ക് തരാനുള്ള ചില്ലറയും കന്നെങ്കിൽ ഞാനങ്ങ് പോയേക്കായിരുന്നു. അവനൊരു തോക്കും ഇയാൾ എവിടെ പോകാനാവുക? നമ്മളെ കാണിച്ചു കൊടുക്കുമ്പോ ഈ ധൃതിയൊന്നും കണ്ടില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് ഇവിടെ വൃത്തികെട്ടാൻ കഷണ്ടി വിടില്ല. मिस्टर विलियम्स, मैं एक सीधा साधा आदमी हूँ. मैं तो सिर्फ इतना चाहता था कि ये पेंटिंग चाइनीज सरकार को देकर 10% कमीशन ले लूँ. अभी आप जैसे बड़े इंटरनेशनल स्मगलर ये खेल में शामिल हुआ है, ये सब देखकर मेरा लालच बढ़ रहा है. Okay. So what's the deal you're looking at? The deal is, instead of the Chinese government, I hand over the painting to you. You can sell it at your own terms in the international market. Say at 300 crores. And then we get 20% of it. I think it's a fair deal. I'm okay with the deal. First I want to see the painting to believe you. Then we go 80-20. Yeah, the painting is with my people at a safe distance. We'll go there. But the problem is, the police is after us. They have got scent of the whole affair. I think we have to move fast. Okay, Okay. let's go. Come fast. ഉസ്മാൻ, എന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അവിടെ ഇവിടെയും കയറി പിടിച്ചില്ല. പോലീസ് പോലീസ് എത്തി. സന്തോഷമായി. പീറ്റർ, മീര ശരിക്കും ഞെട്ടി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞെട്ടിക്കാൻ, പ്രത്യേകിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ. ദാറ്റ്സ് മൈ സ്റ്റൈൽ ഓഫ് റൊമാൻസ്. കൊടുങ്കാറ്റിനെ പോലെ, തിരമാലകളെ പോലെ പ്രണയിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ മീരെ കണ്ടപ്പോ എന്റെ അടിവയറ്റിൽ നിന്നൊരു ആന്തൽ, ഒരു പ്രകമ്പനം. വാതിലടച്ചോ? മീര ഇത്ര ഫാസ്റ്റാണെന്ന് ഞാൻ കരുതിയില്ല. ഓ, ഫസ്റ്റ് ഡേ തന്നെ. നൈസ് ബെഡ്, ഭാഗ്യം ചെയ്ത ബെഡേ. ആ മീര, ആരാത്? ആരാ ഇയാള്? ആരാടാ നീ? ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ആഹാ, നിന്നെ ഇന്ന് ഞാൻ മീര, ഇയാളാരാ? എന്തടേ, ചെവി കേൾക്കൂലേ? ഒട്ടന. അയ്യോ പാവം. ഓ, പീറ്റർ, എന്നെ കെട്ടിപ്പിടിച്ചു. ഓഹോ, മുട്ട മറ്റേന്റെ ആളെ. അയ്യോ എന്താ പറയാം. जो इसे छोड़ो, पेंटिंग लेने चलते हैं.
ചക്കരെന്ന് വിളിച്ചാൽ നിന്റെ ഉദ്ദേശം നടക്കില്ല. പോടാ. ഓടിക്കരുത്. പണ്ടല്ലേ നാട്ടിനൊരുത്തിന് ഇങ്ങനെ ഓടിച്ചതാ ഈ ഉദ്ദേശം വെച്ചോണ്ട്. അവന് വരെ നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ സൽമാൻ, നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ജോ എവിടെ? ജോയ്ക്ക് കഞ്ചാവ് മൊയ്തീന്റെ പുറകെ ഓടി. പിന്നെ ആ CA മാഡം എന്താ പ്രശ്നമുണ്ട്. വാ പറയാം, വാ. മനസ്സിലായി? എടാ മൊട്ടെ, 30 കൊല്ലമായി ഈ മൊയ്തീൻ ബെഞ്ചാപ്പുര വന്നിട്ട്. കഞ്ചാവ് വിറ്റേ മൊയ്തീൻ ജീവിച്ചിട്ടുള്ളൂ, മാനം വിറ്റ് മൊയ്തീൻ ജീവിച്ചിട്ടില്ല. ഇനിയോട്ട് ജീവിക്കാൻ പോണൂല്ല. കഷ്ടത്തിലേ ആദ്യത്തെ തോണ്ടലിൽ തന്നെ നിന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായടാ. നിനക്കൊക്കെ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ വേറെ സെറ്റപ്പ് ഉണ്ടാക്കി തരാം. കുളി നിലയില്ല നടക്കണ എന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ കാര്യം? ആളുകളുടെ പേരുകളെ അമ്മയിട്ട് ഇറങ്ങി തിരിച്ചേക്കോല്ല. തക്ക സമയത്ത് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മാനം എനിക്ക് രക്ഷിക്കാൻ പറ്റി. നിങ്ങളുടെ ഉദ്ദേശം നടക്കൂല. ഒരിക്കലും. ഞങ്ങൾ വരും ഒരു സമ്മാനമായിട്ട്. മൊയ്തീൻ, ഈ പുഴുത്ത കമ്പിളിക്ക് വേണ്ടിട്ടാ എന്റെ കൈ കിട്ടിയ കിട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കാം. നമ്മളെ കണ്ട അവന്മാര് വീണ്ടും മുങ്ങും. ശരിയാ. എന്തൊക്കെ സംഭവിച്ചാൽ ദേവു അല്ലേടാ പോയത്? ദേവു അയ്യോ സോറി, താങ്ക് യു. എന്റെ ഭാര്യ അവൻ കൊല്ലും ഞാൻ എന്നവന് മണ്ടടിച്ചു പൊട്ടിക്കാം. ആരുടെ തലേ തേങ്ങ വീണു? ആള് മാറിപ്പോയി. ഇതാരാണ് ഇവൻ? എനിക്കറിഞ്ഞൂടാ. ആരായാലും ചത്തന്നാ തോന്നുന്നു. ഹോട്ടലിനകത്ത് ഇവിടെ തേങ്ങ വിടാൻ തേടാ തലയില്ലാത്തൊരാള്. ശരിയാടാ, തല കാണാനില്ല. ഇനി പൂച്ചയെങ്ങാനും കടിച്ചെടുത്തോണ്ട് പോയി കാണും. ശരിയാ, ഷാപ്പിലെ പൂച്ചയായിരിക്കും. ആ തല ഉണ്ടടാ. ശ്വാസം നോക്കട്ടെ. ഉണ്ട്. ഏതോ വലിയ ആളാ. അത് നിനക്കെങ്ങനെ അറിയാം? നീളം കണ്ടാൽ അറിയില്ല വലുതാന്ന്. ഇവിടെ ഇപ്പൊ സോറി പറഞ്ഞിട്ട് പോയ ആളല്ലേ? ചിലപ്പോ ഫിറ്റ്സിന്റെ അസുഖം ഉണ്ടായി ആയിരിക്കും. അതാണ് ഇരുമ്പ് തോക്കും കൊണ്ട് നടക്കുന്നത്. നീ ആ തോക്കെടുത്ത് കൈ കൊടുത്തേ. എന്നിട്ട് പിടി, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പിടിച്ചോ, സൂക്ഷിച്ച്. നീ ഇതെന്താ കാണിക്കുന്ന? തിരിഞ്ഞു നിന്ന് പിടിക്കടാ. എങ്ങനെ? ഇങ്ങനെ. നീ ഇതെന്താ ബെഡ്ഷീറ്റ് പിഴിഞ്ഞുണക്കാൻ ഇടുന്ന പോലെ? മനുഷ്യനല്ലേ? ഇങ്ങോട്ട് ഇത് ഞാൻ എടുത്തോളാം. ഒന്ന് പൊക്കിക്കേ. മുടിഞ്ഞ വെയിറ്റ്. ഇവ എന്തോന്ന് വാർക്ക കമ്പിയാ തിന്നുന്നത്. നീ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. ഓർമ്മ വീണ ഇടിച്ചട ഒന്ന് തടവടാ. പാവം മുഴയ്ക്കുമെന്തോ. അല്ല പെരിച്ചാരി അവന്റെ തല തടവി കൊടുക്കാൻ കൊണ്ടുപോകും. ഭാഗ്യം ജീവനുണ്ട്. വേഗം കൊണ്ടുപോയാൽ മോർച്ചറി അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ കിടത്താം. അതെ, ഇത് തന്നെയാണ് കംപ്ലൈന്റ് ഉറപ്പാണ്. ശശി, ബാബു, ഷിബു, ദിവാകര,
തുനിക്കുട്ടാ, രവി, നീ ആരെയുടെ ഈ കിടന്ന് വിളിക്കുന്നത്? ഇവനെ തന്നെ. ഇതിലേതെങ്കിലും ഒരു പേരാണ് ഇവന്റെ, ഇവൻ വിളിയേക്കും. അപ്പൊ ആശുപത്രി പേരെഴുതി കൊടുക്കാൻ എളുപ്പമായല്ലോ. എടാ നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ആ മീര മാമിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്തോന്നു? എടാ ഇതൊരു പാവം മനുഷ്യൻ ഫിക്സ് വന്ന് തറയെ കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. താമസിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവൂടാ, ജീവൻ തന്നെ അപകടത്തിലാവും. അതുപോട്ടെ മൊയ്തീനെ കിട്ടിയോ? കമ്പിളി കിട്ടി. കണ്ണ് തുറന്നു നോക്കുമോ? കമ്പിളി കിട്ടിയോ? ശരിക്കും സാറിന്റെ പേരെന്താ? നമ്മളെ രക്ഷപ്പെടുത്തിയത് സാറേ. സാറേ, സാർ, അയ്യോ സാറിന് ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട. ബോധം കെടുത്ത് നോക്കി മണ്ടയ്ക്ക് എടാ നിനക്ക് കോടികൾ കിട്ടിയപ്പോ നിന്റെ കണ്ണും മഞ്ഞളിച്ചു പോയല്ലേ? നിന്റെ അടുത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ. മനസാക്ഷി വേണോടാ, മനസാക്ഷി വേണം. ചുവന്നോട്ട് വന്നേക്കണ്. എടാ ഇവനാണ് ലാമയെ കൊന്നത്. ഇവനാ? വലിച്ചെറിയടാ അവനെ. പിടിച്ചോ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ചവിട്ടി വണ്ടി കെട്ടടാ. ഇസ്കോ ക്യാ ഹോ ഭായി? മൈ ഫ്രണ്ട് ഡ്രങ്ക്. അടിച്ച് ബോധം പോയി. ഒരു കുരിശ് കിട്ടിയിരുന്നെങ്കിൽ ഇവനങ്ങ് തറയ്ക്കായിരുന്നു. ആ ഡിക്കി ഒന്ന് തുറ. ഡിക്കിക്കകത്ത് വെച്ച് അവൻ രക്ഷപ്പെടുമെന്ന്. കാറിനകത്ത് 4 മടക്കി അങ്ങ് വെക്കാം. ഡോറ് തുറന്നാലല്ലേ അവൻ രക്ഷപ്പെടും. തള്ളി കയറ്റടാ. ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്തു. ഇതാണ് 300 കോടിയുടെ പെയിന്റിങ്. നീ എന്താ ആൾക്കാരെ കളിയാതെ? നീ സമാധാനപ്പെട്, ഞാൻ നോക്കട്ടെ. ജോ, ഇവിടെ വെച്ചെന്നെ നോക്കണം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കില്ലേ? ആദ്യം നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണെന്ന് അറിയണ്ടേ? വെറുതെ ഈ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതിനകത്ത് ഇല്ലെങ്കിൽ അങ്ങ് പോലീസിന് പിടിയെടുത്ത കാര്യം എളുപ്പമായില്ലേ? ഇത് കാണുമോ അതൊക്കെ? ഉണ്ടാവില്ലേ? നീ അവിടെ അങ്ങനെ സ്റ്റിച്ചോ മറ്റോ ഉണ്ടോ നോക്കി. ആ അതെ, ഇവിടെ ഉണ്ട്. മൊത്തം സ്റ്റിച്ച് തന്നെ. ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാൽ മതി. ഒരു മാസ്റ്റർ പ്ലാൻ. ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി. സാർ എണീക്കുന്നു സാർ. സാർ ഞാൻ ചത്തില്ലേ? ഇല്ല സാർ. അതെന്ത്? സാറിനെ ഞങ്ങൾ എല്ലാരും കൂടെ രക്ഷിച്ചു, അല്ലെങ്കിൽ ചത്തേനെ. ഞങ്ങളെന്ന് പറഞ്ഞാല് അതിപ്പോ ഞാനും ഇവനും അവനും മാഷും. ഒന്നും കാണുന്നില്ലല്ലോ. ഉള്ളതും കൂടെ പോയോ? എന്റെ കണ്ണാടി എവിടെ? കണ്ണാടി തരാം. കണ്ണാടി കൊടുക്കുന്നത് കുഴപ്പമാവോ? ദാ സാർ. ഒന്നുമില്ല സാർ. 5 മിനിറ്റ് ഞങ്ങൾക്ക് തരണം. എന്തിന്? സമാധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. എനിക്കൊന്നും കേൾക്കാം പ്ലീസ്. ഓടാരിയായല്ലോ. നിവൃത്തികേടുകൊണ്ടാണ് ചെയ്തു പോയത് എന്നതൊരു എക്സ്ക്യൂസ് അല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എല്ലാവർക്കും രക്ഷപ്പെടാനൊരു അവസരം.
സാറിന് ഞങ്ങൾ പിടിച്ചു കൊടുത്താൽ മാക്സിമം കിട്ടുന്നത് പത്രത്തിൽ ഒരു 2 വരി വാർത്ത, അല്ലെങ്കിൽ തോളത്തൊരു തട്ട്. പിന്നെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ കയ്യിൽ ഞങ്ങൾക്കെതിരായി ആകെയുള്ളത് ആ ചായക്കടക്കാരനെ കൊണ്ട് വരപ്പിച്ചൊരു സ്കെച്ച് മാത്രമാണ്. പിന്നെ ഞങ്ങളവിടെ പോയി ഒരു ചായ കുടിച്ചതിനപ്പുറം അതൊരു തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് സാറിന് നന്നായി അറിയാം. നോക്കണ്ട, ഇനി നീ ചെല്ലേ, കാലു പിടിച്ചോ. ഇന്ന് സാറ് ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങൾ സാറിന് കൈമാറാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ ക്രിമിനലിന്റെ മാത്രമായിരിക്കില്ല. ചൈനീസ് സർക്കാർ പെയിന്റിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് തരുന്ന കോടികളുടെ ഒരു പങ്ക് കൂടെ ആയിരിക്കും. പ്ലീസ്. ബാങ്ക് കവർച്ച നടന്ന ദിവസം ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എവിടെ വേണമെങ്കിലും ഒന്ന് തെളിവ് പറയാം സാർ. അവർ പറയും സാർ, അവർ പറയും. സാറിനെ സഹായിക്കാൻ സർക്കാരുണ്ട്, നമ്മളെ സഹായിക്കാൻ സാർ മാത്രമേ ഉള്ളൂ. സാറാണ് സത്യം. ഭയങ്കര വിഷമം വന്നവ ഇങ്ങനെ കൊല വിളി ജീവിച്ച കൊത തീർന്നില്ല സാർ. സാർ കണ്ടില്ല സാർ, ഇനി സാറ് തീരുമാനിക്കണം. ഈ 3 ചെറുപ്പക്കാരുടെ ജീവൻ തല്ലിക്കെടുത്തണോ അതോ ആർക്കുമില്ലാതെ പോകുന്ന കോടികൾ വേണോ? 3 ചെറുപ്പക്കാരോ? അപ്പൊ ഞാനും ഇതും വിട്ടുപോലെ സാർ. പ്ലീസ് 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 സാർ. നിങ്ങൾ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഇതിലൊരു പങ്കായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന കോടികൾ കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ ഇന്ത്യൻ യുവത്വത്തിന്റെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി. അതാണ് അതാണ് അത് ഓർത്തുകൊണ്ട് മാത്രം നിങ്ങൾ പറയുന്ന ഞാൻ മനസ്സില്ല മനസ്സോട് എടേ, നിങ്ങൾ ഈ പറയുന്ന പൈസയൊക്കെ ചൈനക്കാരന്മാര് തരൂടെ? തരും. എന്നെ പറ്റിക്കരുത് കേട്ടാ. സാറിനെ പറ്റിച്ച ഞങ്ങൾ അകത്ത് പോയില്ലേ? സാർ ഇത്ര മണ്ടനായി പോയല്ലോ. തന്നടേ, തലയ്ക്ക് അടിയേറ്റതിന് ശേഷം എന്തോ കുഴപ്പമുണ്ടോന്ന് എനിക്കും ഒരു സംശയം. ഓക്കെ ബോയ്സ്, ഞാൻ ആ നമ്പ്യാരന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യട്ടോ. വെറും കഞ്ഞികളാ. ഓ താങ്ക് യു താങ്ക് യു. മറക്കണ്ട. നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് ദൈവം തന്നതാടാ ഈ 30 കോടി. നമ്മൾ ഇനി പൊളിക്കുന്നു. നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അവളടിച്ച് പൊളിക്കുന്നോടാ പെരിച്ചാലി. പെരിച്ചാലി, നിന്റെ വാപ്പ തട്ടിയടാ ബഷീർ. ശശി നിന്റെ വാപ്പയാണ്.